ഓം ഗംഗുരുഭ്യോ നമ. ഓം ഗം ഗണപതേ നമ. ഓം സം സരസ്വതീ നമ. ഓം നമ ശിവായ ശിവായ നമോ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ഓം നമ ശിവായ ശിവായ നമോ. ഓം ഹ്രൂം നമ പരായ ഗോത്രേ നമ. ഓം അജദ്ഭുവേ നമ. ഓം ഹ്രീം നമ. ഓം രം രക്തേശ്വരിയേ നമ. ഓം നമോ നാരായണായ രക്ഷസ്സുമൂർത്തേ നമ. പുത്തൻകാവിലമ്മേ ശരണം. പെരുമ്പാലൂരമ്മേ ശരണം. ശ്രീധർമ്മശാസ്താവേ ശരണം. ഹനുമൻ സ്വാമിയേ ശരണം. ശ്രീ അന്നപൂർണേശ്വരിയേ ശരണം. സർവദാഭ്യോം ദേവതാഭ്യോം നമ. ഓം രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായാംബതേ നമ. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാദാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ബുദ്ധിർബലം യശോധൈര്യം നിർഭയത്വം മരോഗതാം അജാഢ്യം വാക്പടുത്തം ച ഹനുമത്സ്മരേണാത് ഭവേത്. ഓം വാണീദേവി സുനീലവേണി സുഭഗേ വീണാരവം കൈതൊഴാം. വാണീ വൈഭവമോഹിനീ ത്രിജഗതാം നാഥേ വിരിഞ്ചപ്രിയേ. വാണീ ദോഷമശേഷമാശുകളവാനെന്നാവിന്മേലെപ്പോഴും വാണിയിടേണം. അതിനു നിന്നടിയിൽ ഞാൻ വീഴുന്നു മൂകാംബികയും. ത്രിമൂർത്തിം ശക്തി സംയുക്തം ശ്രീവിദ്യാമന്ത്രമാതൃകാം. ശ്രീചക്രമധ്യേ നിലയാം ശ്രീമൂകാംബികാം സദാ. ശ്രീമൂകാംബികാം സദാ. ശ്രീമൂകാംബികാം സദാ. സുഹൃത്തുക്കളായിരിക്കുന്ന എല്ലാ സജ്ജനങ്ങൾക്കും അനുഗ്രഹീതമായിരിക്കുന്ന ഈ പുണ്യ ദിവസത്തിലേക്ക് വിനീതമായ നമസ്കാരം, സ്വാഗതം. എല്ലാവിധത്തിലുള്ള നന്മകളും അനുഗ്രഹങ്ങളും ജഗദീശ്വരനും ജഗദീശ്വരിയും നല്ലവരായിരിക്കുന്ന നമുക്ക് എല്ലാവർക്കും എന്നും എപ്പോഴും നൽകട്ടെ എന്ന് ഈ ഒരു അവസരത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് ഇതിൻ്റെ ഭാഗമായിട്ട് എത്തിയിട്ടുള്ള എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ശ്രീദേവി നമസ്കാരം. അനുജ രഘുനാഥ് നമസ്കാരം. അശ്വിൻ ശിവ നമസ്കാരം. അയ്യോ, ആരുടെയും പേര് മേലോട്ട് പോകുന്നില്ലേ? കുറെ പേരുടെ പേര് മേലോട്ട് പോകുന്നില്ലല്ലോ. ലതാ നായർ നമസ്കാരം. സുമ ഉണ്ണികൃഷ്ണൻ നമസ്കാരം. സൈചേട്ട നമസ്കാരം. ഗോപകുമാർ കൈതവന, എലന്തൂര് കൈതവനയാണ് തോന്നല്ലേ? നമസ്കാരം. വിനുകുമാർ നമസ്തേ. ഗീതാ രാമേന്ദ്രൻ നമസ്തേ. ലതാ നായർ നമസ്തേ. മുരളിച്ചേട്ട നമസ്കാരം. അപ്പം നമുക്ക് വിഷയത്തിലേക്ക് നമുക്കിന്ന് വരാം. അത് മൊബൈലായതുകൊണ്ട് എല്ലാവരുടെയും പേരങ്ങോട്ട് കൃത്യമാവത്തില്ല, ചിലപ്പോഴേ അങ്ങ് വിട്ടുവിട്ട് പോകും, സ്പീഡിൽ അങ്ങ് പോകും. പിന്നെ നമ്മൾ മാറ്റിയെടുക്കുമ്പോഴത്തേക്ക് ഒന്നിലാദ്യം ഏറ്റവും മേളിൽ ചെല്ലും, അല്ലെങ്കിൽ ഏറ്റവും താഴെയാവും. ഋത അജീഷ് നമസ്തേ. ഗോപൻ നമസ്തേ. ഞാൻ ഗോപൻ പരിമാണ നമസ്തേ. ഇപ്പം മനസ്സിലായി. അരുൺ ടി കെ നമസ്തേ. ഹരേ രാമ. സഞ്ജീവിയൻ നമസ്തേ. ഗോപ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നല്ലോ അല്ലേ? പരിമണം ഞങ്ങളൊരു സപ്താഹമൊക്കെ നടത്തിയൊരു സ്ഥലമാണ്. നീണ്ടകര നല്ലൊരു സ്ഥലമാണ്. രാധാമണി നമസ്തേ. ഇതിനകത്ത് പലരും എന്നെക്കാൾ ഒരുപാട് മൂത്തതാണ്. ഞാൻ ഈ പേര് കാണുന്നതുകൊണ്ട് പേരിലങ്ങ് വിളിക്കുന്നു എന്നുള്ളതുള്ളൂ. അറിയാവുന്നവരെയൊക്കെ ഇപ്പോൾ ഈ രാധാമണി എന്നൊക്കെ പറഞ്ഞ അമ്മ എന്നെക്കാൾ എൻ്റെ അമ്മയുടെ പ്രായം കാണും. ഞാൻ പേരെടുത്ത് വിളിക്കുന്നുണ്ടോണ്ട് അമ്മയെ ബഹുമാനക്കുറവ് കൊണ്ടല്ല, പേര് കണ്ടപ്പോൾ അങ്ങനെ അങ്ങ് പറഞ്ഞതാണ്. നമുക്കെന്നാ വിഷയത്തിലേക്ക് വരാം. ലതാ നായർ നമസ്തേ. നമുക്ക് തുടങ്ങാം അല്ലേ? ഒരു എല്ലാവരുടെയും പേരൊക്കെ ഒന്ന് പറഞ്ഞിട്ട് പോയാലോ എന്ന് വിചാരിച്ചിട്ടാണ്. അല്ലെ നാളെ
അനീഷ് എൻവി. അനീഷേ, സുഖമായിട്ടിരിക്കുന്നു അനീഷേ. ഇന്ദിരാ കൃഷ്ണൻ നമസ്തേ. ഗീതാജി പിള്ള നമസ്തേ. നമുക്കത് പറഞ്ഞു പോകാം. അപ്പം നമ്മൾ ഇന്നലെ വിഭീഷണൻ്റെ ഒരു വിഷയം പറഞ്ഞപ്പോഴാണ് നമ്മൾ അപ്പുറത്തോട്ട് പോയത് എന്നുള്ളതാണ്. കാരണം ലങ്കാവിവരണം. പ്രകാശ് ശിവരാമൻ പിള്ള നമസ്തേ. ലങ്കാവിവരണം പറഞ്ഞ സമയത്താണ് നമ്മൾ അപ്പുറത്തോട്ട് പോയതെന്ന് തോന്നുന്നു അല്ലേ. വിഭീഷണനെ നമ്മൾ പറഞ്ഞപ്പോഴാണ്. കാരണം സ്വന്തം സഹോദരനായിരിക്കുന്ന രാവണന്റെ അടുക്കൽ നിന്നും രാമഭക്തനായിക്കൊണ്ട് സ്വാത്വികമായിരിക്കുന്ന അവസ്ഥയോട് കൂടിയിട്ട് ശ്രീരാമചന്ദ്രന്റെ അടുക്കലേക്ക് വന്ന വിഭീഷണന്റെ സ്ഥാനത്തെ നമ്മൾ പല വിധത്തിലാണ് നമ്മൾ കണ്ടതല്ലേ. വിഭീഷണൻ ചെയ്തത് ശരിയാണെന്നും തെറ്റാണെന്നും ഒക്കെ പല അഭിപ്രായങ്ങൾ നമ്മൾ ഓരോരുത്തർക്കും ഓരോ വിധത്തിലുണ്ട്. അപ്പം എന്തായിക്കൊള്ളട്ടെ, അത് ആ കഥയുടെ ഭാഗം എന്ന വിധത്തിൽ നമുക്കത് മാറ്റാം. പിന്നെ അത് തന്നെയല്ല, നമ്മൾ ഓരോരുത്തരുടെയും വ്യക്തിപരമായിരിക്കുന്ന താല്പര്യങ്ങളും വ്യക്തിപരമായിരിക്കുന്ന സ്വാതന്ത്ര്യങ്ങളും അതിൻ്റെ ഭാഗങ്ങളാണ്. അപ്പം ചിലപ്പോൾ സ്വന്തം സഹോദരനാണെങ്കിലും ചില തെറ്റുകളെ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല. ചില തെറ്റുകളൊക്കെ നമുക്ക് ക്ഷമിക്കാൻ സാധിക്കും. പക്ഷെ ചില തെറ്റുകളെ നമുക്ക് ഒരു കാരണവശാലും നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല. അപ്പം അതാണ് വിഭീഷണന്റെ ഭാഗത്തുള്ള ഒരു ന്യായവും ശരിയും എന്ന് നമുക്കറിയാം. അതുതന്നെയാണ് അതിൻ്റെ മറ്റൊരു സങ്കല്പമാണ് കുംഭകർണന്റെ ഭാഗത്തുള്ളതുമായിരിക്കുന്ന വിഷയങ്ങൾ. ഇവിടെ ഈ യുദ്ധവിഷയത്തിൽ പോലും നമ്മൾ ചിന്തിക്കപ്പെടേണ്ടതായിരിക്കുന്ന ഒരു കാര്യം അതാണ്. കാരണം ഒരു കാര്യം ചെയ്യുന്ന സമയത്ത്, അതായത് യുദ്ധം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന സമയത്ത് കടൽ കടന്ന് വേണം അപ്പുറത്തേക്ക് പോകാൻ. കാരണം അത് വളരെ കൃത്യമായിട്ട് ലങ്കയെപ്പറ്റി വിഭീഷണൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, രാമാദികൾക്കും വിഭീഷണാദികൾക്കുമെല്ലാം. അപ്പം അങ്ങനെ പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് ഈ രാമനോട് വിഭീഷണൻ ലങ്കയുടെ ഒരു ശ്രേഷ്ഠത വളരെ കൃത്യമായിട്ട്, അതായത് വൈശ്രവണന്റെ ആ രാജ്യമായിരുന്ന ലങ്കയെ രാവണൻ അത് മനഃപൂർവ്വം പിടിച്ചു മേടിച്ചതാണെന്നാണ്. 7 കോട്ടകളും 28 ഗോപുരങ്ങളും അവ സൂക്ഷിക്കാൻ ലക്ഷക്കണക്കിന് ആൾക്കാരുമുണ്ട് എന്ന് പറയുമ്പോൾ അതിൽ ലങ്കയിലെ 1/3 ഭാഗം ഹനുമാൻ, രാജേഷ് പന്ത്ര നമസ്തേ, 1/3 ഭാഗമാണ് ഹനുമാൻ സ്വാമി അത് ഇല്ലാതാക്കിയതെന്നാണ് പറയുക. അപ്പം അതോടൊപ്പം തന്നെ രാവണൻ ശരിക്കും ഒരു ശിവഭക്തൻ കൂടിയിട്ടാണ്. ഭഗവാന്റെ അനുഗ്രഹങ്ങളും അനവധി ശിവക്ഷേത്രങ്ങളും ദുർഗാക്ഷേത്രങ്ങളും ഒക്കെ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളതും ഒരു വിഷ്ണു വിദ്വേഷിയും കൂടിയിട്ടാണ് രാമൻ എന്ന് പറയുന്നത്. അനീഷ് ഗോപിനാഥൻ, ഓക്കെ, ഇന്നായിരുന്നല്ലേ, ഭംഗിയായിട്ട് കഴിഞ്ഞു. ഓക്കെ അനീഷേ, നമുക്കൊരു 9:30 കഴിഞ്ഞിട്ടൊന്ന് സംസാരിക്കാം അനീഷ. അപ്പം നമുക്ക് അന്നേരം അതിൻ്റെ വിശദവിവരങ്ങൾ അറിയുകയും ചെയ്യാം. അപ്പം അങ്ങനെ രാവണനെ പറ്റി പറയുന്ന കാര്യങ്ങൾ, പപ്പൻ ചേട്ടാ നമസ്തേ, രാവണന്റെ കുടുംബജീവിതത്തെ പറ്റിയാണ് പറയുന്നത്. രാവണന് 2 ഭാര്യമാരുണ്ട് എന്നാണ് പറയുന്നത്. അതിലൊന്നാണ് മണ്ഡോദരി എന്നതും 2 ധന്യമാല എന്ന് പറയുന്നതുമായിരിക്കുന്ന ഒരു ഭാര്യയും കൂടിയുണ്ട്. ഹരിപുത്തൂര് നമസ്തേ. അതുകൂടാതെ മണ്ഡോദരി അസുരശില്പിയായിരിക്കുന്ന മയന്റെ പുത്രിയാണ്. അതോടൊപ്പം തന്നെ അവരുടെ ജീവിതം എന്ന് പറയുന്നത് വളരെ വേദനാത്മകമാണ്, വേദനാജനകമാണ് എന്ന് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ടായിരുന്നു. അതിൽ മേഘനാഥന് മണ്ഡോദരിയുടെ മകനാണ്. ധന്യമാലയ്ക്ക് മക്കളില്ല, പക്ഷെ ഒരു എടുത്തു വളർത്തിയ ഒരു മകനുണ്ട്. അതികായൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അതികായൻ എന്ന് പറയുന്നത് ഒരിക്കലും രാവണന് ഇങ്ങനെ പുഷ്പവിമാനത്തിൽ പോകുന്ന സമയത്ത് ഒരാളെ കണ്ടു എന്നാണ് പറയുന്നത്. അതായത് അതിൻ്റെ ഒരു കഥാഭാഗം പറയപ്പെടുന്നുണ്ട്. രാവണ പുഷ്പവിമാനത്തിൽ പോയ സമയത്ത് ചിത്രാംഗതൻ എന്ന് പറയുന്ന ഗന്ധർവന്റെ ഭാര്യയായിരിക്കുന്ന ചിത്രാംഗി എന്ന ഒരു ഗന്ധർവ സ്ത്രീ അവിടെ നിൽക്കുന്നത് കണ്ടപ്പോൾ അവളോട് താല്പര്യം തോന്നി. അവളിൽ ഉണ്ടായ മകനാണ് ഈ അതികായൻ എന്നു പേരുള്ള ഒരു മകൻ രാവണന്റെ.
അപ്പം ജനിച്ചപ്പോൾ തന്നെ അമാനുഷികമായിരിക്കുന്ന കായബലത്തോടു കൂടി ജനിച്ച അതികായനെ രാവണൻ തന്റെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുവരികയാണ്. അവിടെ വന്നിട്ട് അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം ശിവഭക്തനായിട്ട് മാറിയ അതികായൻ ഭഗവാൻ പരമേശ്വരനെ പ്രാർത്ഥിച്ച് തപസ് ചെയ്ത് പ്രത്യക്ഷപ്പെടുത്തി പാശുപതാസ്ത്രം വരെ മേടിച്ചിട്ടുള്ള ഒരു വളരെയധികം വില്ലാളി വീരനായിരിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് അതികായൻ എന്ന് പറയും. ഈ അതികായനെ എടുത്ത് വളർത്തിയത് ആ കുട്ടിക്കാലത്ത് കൊണ്ടുവന്ന ധന്യമാലയുടെ കയ്യിലാണ്. ലതിക സുരേഷ് നമസ്തേ, തൃശ്ശൂരുകാരാ അല്ലേ? അന്നൊക്കെ ഇപ്പഴേ അമ്പലത്തിൽ വന്നേ. നമസ്തേ. എല്ലാവരും കൂടെ അന്ന് വന്നിട്ടുള്ള എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? എല്ലാവരോടും എൻ്റെ അന്വേഷണം അറിയിക്കണം. ഞാനിപ്പോൾ ആ അമ്പലത്തിൽ നിന്ന് ട്രാൻസ്ഫറായി പുതിയൊരു അമ്പലത്തിലാണ്. അപ്പോൾ അതുകൊണ്ട് വളരെയധികം ശക്തിയുള്ള ഒരാളായിട്ടാണ് അതികായൻ ഇപ്പൊ രാവണനോടൊപ്പം രാവണന്റെ മകന്റെ സ്ഥാനത്തല്ല, മകനാണ്. ധന്യമാലയുടെ മകനല്ലെങ്കിലും ഒരു മകനെ പോലെ തന്നെ വളർത്തിയതാണ് ധന്യമാല എന്ന് പറയുന്ന സ്ത്രീ. അതോടൊപ്പം തന്നെ ഒരു അനുജനുണ്ട്. അതോടൊപ്പം തന്നെ മണ്ഡോദരിക്ക് 3 ആൺമക്കളാണുള്ളത്. മേഘനാഥനും ത്രിശിരസും അക്ഷകുമാരനും. അങ്ങനെ 3 പുത്രന്മാരുണ്ട്. അതിൽ അക്ഷകുമാരനെ ഹനുമാൻ കൊന്നിട്ടുണ്ട്. എന്നാണ് പറയുക. അപ്പം അങ്ങനെ ആ ഒരു അതോടൊപ്പം തന്നെ സഹോദരനായിട്ട് കുംഭകർണനുണ്ട്. കുംഭകർണനും രാവണനും കുംഭകർണനും വിഭീഷണനും അങ്ങനെയുള്ള 3 പേരിൽ വളരെയധികമായിരിക്കുന്ന ഒരു ശക്തനായിരിക്കുന്ന സ്വഭാവമുള്ള ഒരാളാണ് കുംഭകർണൻ എന്ന് പറയുന്നത്. നമ്മൾ രാമായണത്തിൽ വളരെയധികം ആരും ശ്രദ്ധിക്കാത്ത ഒരു കഥാപാത്രമാണ് കുംഭകർണൻ എന്ന് പറയുന്നത്. കുംഭകർണന്റെ ജീവിത സാഹചര്യങ്ങളെയൊക്കെ കോർത്തു വെച്ചുകൊണ്ടൊരു ഷോർട്ട് ഫിലിം വരുന്നുണ്ട്. അപ്പം അങ്ങനെ കാരണം ഈ ഓരോ കഥാപാത്രങ്ങൾക്കും അവരുടേതായിരിക്കുന്ന ചില സ്വഭാവങ്ങളും ന്യായങ്ങളും ഒക്കെ അവർക്ക് പറയാൻ കാണും. അത് പല സ്ഥലങ്ങളിൽ അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പല സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടുണ്ടെങ്കിലും അതിനെ ആരും അത്ര ഗൗനിച്ചിട്ടില്ല. കാരണം നമ്മൾ വേറൊരു സ്ഥലത്താണ്. നമ്മളിപ്പോൾ ഒരു ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ പോയെന്നിരിക്കട്ടെ. പ്രസന്നകുമാരി നമസ്തേ. നമ്മളൊരു ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ പോയെന്നിരിക്കട്ടെ. നമ്മൾ ഓർഡർ ചെയ്തു. ഭക്ഷണം എല്ലാവരും കൊണ്ടുവച്ചു. നല്ല ഗംഭീരമായിരിക്കുന്ന ഭക്ഷണം. നമ്മളതെല്ലാം കഴിച്ചു. അതിലെ ചില ഭക്ഷണ സാധനങ്ങളൊക്കെ നമുക്കങ്ങ് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. എന്തൊരു ടേസ്റ്റാന്നൊക്കെ നമ്മൾ പറയും. പക്ഷെ നമ്മൾ ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ ഈ ഭക്ഷണം ഉണ്ടാക്കിയ ആളിനെ പറ്റി? ആ ഭക്ഷണം ഉണ്ടാക്കുന്ന ഒരാൾ അകത്തിരുന്ന് ഇത് തയ്യാർ ചെയ്യുമ്പോൾ അറിയില്ല നമ്മൾ ഇപ്പുറത്തിരുന്ന് ആർക്കാ ഉണ്ടാക്കുന്നതെന്ന്. ഇപ്പം ലതിക ചേച്ചിക്കാണോ, ഗീത ചേച്ചിക്കാണോ, പ്രസന്ന ചേച്ചിക്കാണോ, ആർക്കാണോ ഈ ഭക്ഷണം ഉണ്ടാക്കുന്നതൊന്നും അറിയാറില്ല ഇല്ലേ? അറിയാതെയാണ് നന്നായിട്ട് ഭക്ഷണം ഉണ്ടാക്കി നൽകുന്നത്. നമ്മൾ ഈ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് കൗണ്ടറിൽ ചെന്നിട്ട് ചിലപ്പം പൈസ കൊടുത്തിട്ട് ആ ഫുഡൊക്കെ കൊള്ളായിരുന്നു കേട്ടോ, കുഴപ്പമില്ല, നന്നായിരുന്നു എന്ന് നമ്മൾ പറയും. പക്ഷേ ഈ നല്ല ഭക്ഷണം ഉണ്ടാക്കാൻ ചൂടെടുത്ത അല്ലെങ്കിൽ ഒരു കഷ്ടപ്പെട്ട ഒരു വ്യക്തിത്വത്തെ നമ്മൾ പലപ്പോഴും ജീവിതത്തിൽ നമ്മൾ മറന്നു പോവാറുണ്ട്. കല്യാണ സദ്യക്ക് പോയാലും ഭക്ഷണം കഴിച്ചിട്ട് നമ്മൾ എങ്ങനെ ഭക്ഷണമൊക്കെ കൊണ്ട് സദ്യയൊക്കെ അതിഗംഭീരമായ സദ്യയാണ്. കൊള്ളാം, നല്ല സദ്യയായിരുന്നു. ആരാന്ന് അറിയത്തില്ല. എന്തായാലും ഇപ്പൊ പിന്നെ കാർഡൊക്കെ അവരിന്റെ കൂട്ടത്തിൽ വെക്കും. ഈ ടിഷ്യൂ പേപ്പറിൽ അവരുടെ അഡ്രസ്സും ഒക്കെ എഴുതി വെക്കുന്നതുകൊണ്ട് നമ്മൾ വേണമെങ്കിലൊന്ന് ആ ടിഷ്യൂ പേപ്പറിൽ ഒന്ന് നോക്കിയിട്ട് നമ്മൾ കൈയൊക്കെ തുടച്ച് അത് ചുരുട്ടി അവിടെ തന്നെ ഇട്ടിട്ട് പോകും. അവരെന്ത് പ്രതീക്ഷയോട് കൂടിയിട്ടാണെന്നറിയാമോ ഈ ടിഷ്യൂ പേപ്പറിൽ അവർ അഡ്രസ്സൊക്കെ അയച്ചു വെക്കുന്നത്. ചിലരാണെങ്കിൽ അതിൻ്റെ കൂടെ മുട്ടായിയൊക്കെ പ്രിന്റ് ചെയ്തൊരു കവർ വെക്കും. നമ്മൾ മുട്ടായി എടുത്തിട്ട് ആ കവറോട് ആ ചോറിൻ്റെ ആ ഇലക്കകത്ത് ഇട്ടിട്ട് നമ്മൾ പോരത്തേ ഉള്ളൂ. നമ്മളിൽ ആരെങ്കിലും എപ്പോഴെങ്കിലും ജീവിതത്തിൽ ഈ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ ആ ഭക്ഷണം ഉണ്ടാക്കിയ ആളിനെ ഒരിക്കലെങ്കിലും നമ്മൾ ചില ഹോട്ടലുകളിൽ നമുക്ക് അവരെ നേരിട്ട് കാണാം. ഒരിക്കൽ എന്നോട് ഇത് പറഞ്ഞു കഴിഞ്ഞിട്ട് ഒരിക്കലൊരു ഹോട്ടലിൽ ഞങ്ങൾ കുടുംബസമേതം യാത്ര ചെയ്തിട്ട് വരുന്ന സമയത്ത് നല്ല ഫുഡായിരുന്നു. ഞങ്ങൾ കഴിച്ചു കഴിഞ്ഞിട്ട് അപ്പം നല്ല ഫുഡാണെന്ന് അറിഞ്ഞപ്പോൾ എനിക്കൊരു താല്പര്യം തോന്നി അതിന് ഭക്ഷണം ഉണ്ടാക്കുന്ന ആളിനെ ഒന്ന് കാണണമെന്ന്. അപ്പം ഞാനത് മാനേജരോട് വിളിച്ച് സംസാരിച്ചു. അപ്പോൾ മാനേജർ പറഞ്ഞു തീർച്ചയായിട്ടും വന്ന് സംസാരിക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ എന്നോട് അടുക്കളയിലേക്ക് ചെല്ലാൻ പറഞ്ഞു. അങ്ങനെ അടുക്കളയിൽ ചെന്നു. അമ്മിയ അച്ചു നമസ്തേ.
അപ്പം അങ്ങനെ അടുക്കളയിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഈ ഭക്ഷണം ഉണ്ടാക്കിയ ആളിനെ എനിക്ക് പണ്ട് കാലം മുതൽ അറിയുന്ന ഒരാൾ തന്നെയാണ്. അപ്പം പ്രശോഭ്, നമസ്തേ. അപ്പം ഈ ആളിനെ എനിക്ക് വളരെ നന്നായിട്ട് അറിയാം. ഞങ്ങളുടെ നാട്ടിൽ നിന്ന് ഒരു 1.5 കിലോമീറ്റർ ദൂരെ മാറിയാണ് അദ്ദേഹത്തിൻ്റെ വീട്. പക്ഷെ അദ്ദേഹം അവിടെയാണ് ജോലി ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല. അപ്പം ഞാൻ ഭക്ഷണം കഴിച്ച ആളിനെ തിരക്കി വന്നപ്പോഴാണ് ശരിക്കും ഈ ആളിനെ കിട്ടിയത്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ എനിക്ക് ഒരുപാട് സീനിയറായിട്ട് പഠിച്ച ആളാണ്. അപ്പോൾ വളരെ സന്തോഷം തോന്നി. എനിക്ക് അദ്ദേഹത്തോട് കുറേ നേരം സംസാരിക്കാനും ഒക്കെ സാധിച്ചു. അപ്പം അങ്ങനെ ഇപ്പം ഞാൻ പറഞ്ഞു, ഭക്ഷണം വളരെ നല്ല ഭക്ഷണമാണ്, അത് കഴിച്ചപ്പോൾ എനിക്ക് തോന്നി. അപ്പോൾ അദ്ദേഹം പറയുകയാണ് ആ സ്ഥാപനത്തിൽ നിന്ന് അദ്ദേഹം പോവുകയാണ് ഇന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ നമുക്കത് ആ ഒരു അദ്ദേഹത്തിൻ്റെ ആ തീരുമാനത്തെ ഒന്ന് മാറ്റാനും ഒക്കെ നമുക്കതിലൂടെ സാധിച്ചു എന്നുള്ളത്. നിസാം, നമസ്തേ. അപ്പോൾ ഒരു വലിയൊരു കാര്യമായിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയത്. കാരണം ഒരാൾ ഭക്ഷണം ഉണ്ടാക്കി നമുക്ക് നൽകി കഴിയുമ്പോൾ അതിനെയാണ് നമ്മളെപ്പോഴും സ്മരണ എന്ന് പറയുന്നത്. കാരണം നമ്മൾ ഒരു ആലിൻ്റെ നല്ല വെയിലുള്ള സമയത്ത് ഒരു ആലിൻ്റെ ചോട്ടിൽ ചെന്നിരുന്ന് നമ്മൾ തണൽ കൊള്ളും, ഇല്ലേ? തണൽ കൊണ്ട് കഴിഞ്ഞിട്ട് നമ്മൾ ഒരിക്കൽ പോലും നമ്മൾ ആ തണലെല്ലാം കഴിഞ്ഞ് ആലിൻ്റെ ചോട്ടിൽ നിന്നും വെയിലൊക്കെ തണലത്തൊക്കെ ഇരുന്ന് ക്ഷീണമൊക്കെ മാറിയിട്ട് നമ്മൾ നടന്നു പോകുമ്പോൾ ഒരിക്കൽ പോലും നമ്മളൊന്ന് തിരിഞ്ഞു നോക്കി ഈ ആലിനെ ഒന്ന് തിരിഞ്ഞു നോക്കാറില്ല. കാരണം ഈ ആല് നമുക്ക് തണൽ തരുന്നത് എങ്ങനെയാണെന്നറിയാമോ? അത് വെയിൽ കൊണ്ടോണ്ടാണ്. അതെ, പിന്നെ വെയിൽ കൊണ്ടോണ്ടാണ് നമുക്ക് തണൽ തരുന്നതെന്ന് നമ്മൾ പലപ്പോഴും നമ്മൾ ചിന്തിക്കാറില്ല. അതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിലെ പലപ്പോഴും പല സാഹചര്യങ്ങളുമൊക്കെ നമ്മൾ ഓരോ കാര്യങ്ങളും നമ്മൾ ചെയ്യുമ്പോൾ അതിനു വേണ്ടി കഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാർ ഇതിൻ്റെ അപ്പുറത്തുണ്ട്. നമ്മൾ ആരെയും ഒന്നും ചിന്തിക്കാറില്ല. ഞാൻ ഭക്ഷണത്തിൻ്റെ ഒരു ഉദാഹരണം പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. പപ്പൻചേട്ടൻ പറഞ്ഞതുപോലെ സദ്യകളിൽ 90% ഇല്ല, അപൂർവം ചിലർ ആരാണെന്ന് മാത്രം തിരക്കും. അത് ശരിയാണ്. അല്ലെ, ആരുടെയാണ് സദ്യ എന്ന് ചോദിക്കും. അപ്പോൾ നമ്മൾ പറയും ഇന്നടത്തുള്ള ആളാ ശരി എന്നുള്ളത് കവിഞ്ഞ് നമ്മൾ പിന്നെ അതിനെപ്പറ്റി ഒന്നും ചിന്തിക്കാറേ ഇല്ല നമ്മൾ, അല്ലേ? അപ്പോൾ തീർച്ചയായിട്ടും നമ്മളതൊന്നും ചിലപ്പോൾ നമുക്ക് പ്രായോഗികമായിട്ടൊന്നും അത് നടന്നില്ലെന്ന് വരാം. പക്ഷേ ഈ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഒരു നിമിഷമെങ്കിലും ഈ ഭക്ഷണം ഉണ്ടാക്കിയ ആൾക്ക് വേണ്ടിയിട്ട് നമ്മളൊന്ന് പ്രാർത്ഥിക്കണം. എനിക്ക് നല്ലൊരു ഉപദേശം ഒരാൾ തന്നതാണത്. ഭക്ഷണം തയ്യാറാക്കിയ ആളിനെ കാണാൻ സാധിച്ചില്ലെങ്കിലും ഭക്ഷണം ഉണ്ടാക്കിയ ആളിനെ വേണ്ടിയിട്ട് ഒരു നിമിഷമെങ്കിലും അദ്ദേഹത്തിന് ഇനിയും ഇതുപോലെ നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ള കഴിവും പ്രാപ്തിയും ഉണ്ടാകണേ. ഭഗവാനോടൊന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. കാരണം എന്താണെന്നറിയോ? നമ്മൾ പരിപൂർണ തൃപ്തിയോടുകൂടി ഇരിക്കുന്ന സമയമാണ്. ബീനാജി, നമസ്തേ. ഇതല്ലേ, നമ്മൾ പൂർണ്ണ സന്തോഷത്തോടു കൂടിയാണ് നമ്മൾ വയറു നിറച്ചങ്ങോട്ട് ഭക്ഷണമൊക്കെ കഴിച്ച് ഗംഭീരമായിട്ട് സദ്യയൊക്കെ ഉണ്ടിട്ട് ഗംഭീരമായിട്ട് കഴിഞ്ഞിട്ടാണ്. അപ്പോൾ നമ്മൾ പൂർണ്ണ തൃപ്തിയോടുകൂടി ഇരിക്കുമ്പോൾ നമ്മൾ ഒരാളെ ഒന്ന് അനുഗ്രഹിച്ചാൽ മനസ്സ് തുറന്നായിരിക്കും നമ്മുടെ അനുഗ്രഹം എന്ന് പറയുന്നത്. അതിനാണ് ശരിക്കും ഭക്ഷണം. ശ്യാമള വിജയകുമാർ, നമസ്തേ. നമുക്ക് ഈ കല്യാണത്തിനൊക്കെ സദ്യ തരുന്നതൊക്കെ വയറ് നിറച്ച് കഴിച്ചിട്ടാണെങ്കിലും നമ്മളൊന്ന് അനുഗ്രഹിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ നമ്മളാരും അങ്ങോട്ട് ചിന്തിക്കത്ത് പോലുമില്ല, ആ സൈഡിലോട്ട് നമ്മൾ നോക്കത്ത് പോലുമില്ല, ഇല്ലേ? അപ്പോൾ അതൊരു പ്രത്യേകമായിരിക്കുന്ന ഒരു കാര്യമാണ്. നമ്മളത് ശ്രദ്ധിക്കപ്പെടാവുന്ന, നമുക്ക് ഇതൊരു ബുദ്ധിമുട്ടും ഇല്ലാത്ത ചില വലിയ കാര്യങ്ങളാണ്. നമ്മുടെ നന്മയാണ് അതിലൂടെ കാണുന്നത്. ഒരാൾ നല്ല കാര്യം ചെയ്യുമ്പോൾ ആ ചെയ്ത കാര്യത്തെ അത് നന്നായിരിക്കുന്നു എന്ന് പറയുന്ന ഒരു സ്വഭാവം, എനിക്കത് വളരെ സന്തോഷമുണ്ട്. അക്കാര്യത്തിൽ എന്നോട് ഇപ്പോൾ ജോലി ചെയ്യുന്ന സഹിച്ചേട്ടൻ, നല്ല കാര്യങ്ങളാണെങ്കിൽ സഹിച്ചേട്ടൻ കൃത്യമായിട്ട് അത് പറയും, തിരുമേനി ആ ചെയ്തേക്കുന്നത് നന്നായിട്ടുണ്ട്. അതല്ലെങ്കിൽ പറയും, തിരുമേനി ആ ചെയ്തത് ശരിയായില്ല, ഇങ്ങനെ ചെയ്തായിരുന്നെങ്കിൽ നന്നായിരുന്നേനെ എന്ന് പറയുന്ന ഒരാളാണ് സഹിച്ചേട്ടൻ. അത് വളരെ രസകരമായിട്ടാണ് അദ്ദേഹം അവതരിപ്പിക്കുന്നത്. നമുക്ക് പോലും തോന്നത്തില്ല അദ്ദേഹം അത് തെറ്റാണെന്ന് പറയുകയാണെന്ന് നമുക്ക് തോന്നുന്നില്ല. അവസാനമേ നമുക്കത് മനസ്സിലാവത്തുള്ളൂ. അപ്പം വളരെ അത് സന്തോഷമായിട്ട് ശരികളെ ശരികളായും തെറ്റുകളെ തെറ്റുകളായും നമ്മളെ പറഞ്ഞു മനസ്സിലാക്കി തരുന്ന ആളെന്ന് പറയുന്നത് നമുക്ക് സഹോദര തുല്യമാണെന്നാണ്. അത് ഉദരനാണ് എന്നുള്ളതാണ്, സഹോദര തുല്യനാണ് എന്നാണ് പറയുക. അത് നമുക്കൊരു വലിയ ഭാഗ്യമാണ് അങ്ങനെയുള്ള ഒരാളിനെ കിട്ടുക എന്നുള്ളത്. അങ്ങനെ ഒരാളാണ് എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ജീവിത പങ്കാളിയായി വരേണ്ടതെന്നാണ്. ശരികളെ ശരികളായും തെറ്റുകളെ തെറ്റുകളായും നമുക്ക് പറഞ്ഞു തരുന്ന ഒരാളാണ് നമ്മുടെ ജീവിതത്തിൽ വരുന്നതെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു ബുദ്ധിമുട്ടുകളും ഉണ്ടാകില്ലെന്നാണ്.
അങ്ങനെ നല്ലൊരു ജീവിത പങ്കാളിയാണ് നമ്മുടെ ജീവിതത്തിൽ കിട്ടേണ്ടത് എന്ന് നമ്മൾ ആഗ്രഹിക്കണമെന്നാണ്. നമ്മുടെ ഭാഗ്യം പോലിരിക്കും നമുക്കങ്ങനെ കിട്ടുന്നതൊക്കെ. അങ്ങനെ കിട്ടാതെ വരുന്നിടത്താണ് നമുക്ക് പലപ്പോഴും പരിമിതികളും പരാതികളും പരാധീനതകളും ഒക്കെ നമ്മൾ പറയപ്പെടുന്നത്. അപ്പം അതൊക്കെ നമ്മൾ ചിന്തിച്ചാൽ നമുക്കറിയാം. വിനോദ് കർത്ത, നമസ്തേ ശതം ജീവ ശരതം. അതെ, ശതം ജീവ ശരതോ വർദ്ധമാന ശതം ഹേമന്ത. നല്ലൊരു അനുഗ്രഹമാണ് കേട്ടോ. നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കേണ്ട ഒരു പ്രാർത്ഥനയാണ് ശ്രീ വിനോദ് കർത്താജി പറഞ്ഞിരിക്കുന്ന ശതവർഷം 100 കണക്കിന് വർഷം നന്നായിട്ട് ജീവിക്കട്ടെ എന്നുള്ള അനുഗ്രഹമാണ്. സന്തോഷം. അങ്ങനെ വേണം അനുഗ്രഹം നമുക്ക്. അദ്ദേഹത്തിന്റെ പാദങ്ങളെ ഈ അനുഗ്രഹം നൽകിയതിന് അദ്ദേഹത്തിന്റെ പാദത്തെ ഞാൻ നമസ്കരിക്കുന്നു. ജയശ്രീ നമസ്തേ. അപ്പൊ അങ്ങനെ നമ്മൾ പറഞ്ഞത് നമുക്ക് വേറെ എങ്ങാണ്ടേ ഒരു ഉത്സവമാണെങ്കിൽ അത് വിജയിപ്പിക്കാൻ പ്രയത്നിച്ച് പിന്നെ അറിയാതെ തീർച്ചയായിട്ടും അതെ പപ്പൻചേട്ടാ. അതെ, പപ്പൻചേട്ടൻ പറഞ്ഞൊരു വലിയ കാര്യമാണ്. അത് ഓരോ മേഖലകളിലും അങ്ങനെ ഉണ്ടാകുന്നുള്ളതാണ്. നമ്മൾ ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കും. നമ്മുടെ ഓരോരുത്തരെയും ഈ നമ്മൾ സ്മരിക്കാറില്ല എന്നുള്ളതാണ്. നന്ദികേടെന്നല്ല അതിന് പറയും, നമ്മളതിനെ സ്മരിക്കാറില്ല എന്നുള്ളതാണ്. ഇല്ലേ? നമ്മളാരും അതൊന്നും ശ്രദ്ധിക്കാറില്ല. എല്ലാം കണ്ട് കേട്ട് ഈ ഉത്സവമൊക്കെ നടത്തുമ്പോൾ മൈക്ക് സെറ്റുകാരെയൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവരെത്ര ദിവസം മുമ്പ് വരുമെന്നറിയാമോ? വന്നുള്ള മരത്തിൽ, ഇപ്പം നമ്മുടെ ഇവിടെ ഒന്നും ഇല്ല, മരത്തേലും എല്ലാം കയറി മൈക്കും ഒക്കെ വെച്ച് കെട്ടി ലൈറ്റും ഒക്കെ വെച്ച് കെട്ടി എല്ലാം കഴിഞ്ഞ് ഉത്സവം എല്ലാം കഴിഞ്ഞിട്ട് രാപകൽ ഉറങ്ങാൻ പറ്റത്തില്ല. ഉറങ്ങാതൊക്കെ നടന്ന് എല്ലാം കാര്യങ്ങളും ചെയ്തിട്ട് ഉത്സവം കഴിഞ്ഞിട്ടും നമ്മൾ പോയാലും ഇവരിനി ഇതെല്ലാം അഴിച്ചു പറക്കി അടുക്കി വെച്ച് തിരിച്ചു കൊണ്ടുപോയാൽ ഇവർക്ക് കിട്ടുന്ന ശമ്പളവും തുച്ഛമാണെന്നുള്ളതാണ്. നമ്മൾ ഇവരുടെയൊക്കെ കൂടെ ഒന്ന് നിൽക്കണം. ഈ വിദേശത്ത് പോയിട്ടുള്ളവർക്കൊക്കെ അറിയാം. നമ്മൾ ഈ വിദേശത്തൊക്കെ മക്കളും ഭർത്താവും ഒക്കെ ജോലി ചെയ്യുന്നവരുണ്ടെങ്കിൽ അവിടെ പോയിട്ടില്ലാത്തവരറിയേണ്ട ഒരു കാര്യമുണ്ട്. അവിടെ പലരും അവിടെ ലേബർ ക്യാമ്പുകളിലായിരിക്കും താമസിക്കുന്നത്. നമ്മൾ വിചാരിക്കുന്നത് ആ ലേബർ ക്യാമ്പൊക്കെ എന്തോ അല്ല AC അല്ലയോ, പിന്നെന്തോ വേണമെന്നൊക്കെ നമ്മൾ വിചാരിക്കും. പക്ഷേ ശ്യാം ശങ്കർജി നമസ്തേ, അവിടെ എന്തൊരു കഷ്ടപ്പാടാണെന്നറിയാം. ബാത്റൂമിലൊക്കെ പോകാൻ മണിക്കൂറുകളോളം, അതായത് 6 മണിക്ക് ജോലിക്ക് പോകണമെങ്കിൽ 3 മണിക്ക് എഴുന്നേൽക്കുന്നവരുണ്ട്. കാരണം 3 മണിക്ക് എഴുന്നേറ്റ് ബാത്റൂമിലൊക്കെ പോയിട്ട് കുളിച്ച് റെഡി ആയിട്ട് വന്നിരുന്നെങ്കിലേ 6 മണിക്കെങ്കിലും അവർക്ക് പോകാൻ പറ്റത്തുള്ളൂ. ഒരു കട്ടിലിൻ്റെ മുകളിൽ 2 കട്ടിലും 3 കട്ടിലും ഇരുന്നിട്ടാണ് അവരുടെ ലോകം എന്ന് പറയുന്നത് അതാണ്. നമ്മളിവിടെ ഇരുന്നുകൊണ്ട് അത് വേണം ഇത് വേണം ആന വേണം ചേന വേണം എന്നൊക്കെ പറയുമ്പോഴുമൊക്കെ അവരതിനു വേണ്ടിയിട്ട് അനുഭവിക്കുന്ന ഒരു എന്താ അതിന് പറയുന്നത്, അതിന് പറയാൻ എനിക്കൊരു നല്ല വാക്ക് കിട്ടുന്നില്ല. അതിനു വേണ്ടിയിട്ട് ആ വാക്ക് കിട്ടുന്നില്ല എനിക്ക് അങ്ങോട്ട്. അവരങ്ങോട്ട് സമർപ്പിക്കുന്ന അവരുടെ ആ ഒരു കഷ്ടപ്പാട് എത്ര വളരെ വലുതാണെന്നറിയാം. നമ്മളതൊന്നും ശ്രദ്ധിക്കാറില്ല. നമ്മൾ അത് വേണം ഇത് വേണം. അവിടെ കുപ്പൂസ് കഴിക്കുന്നവർ, ഇത് പറഞ്ഞാൽ ഇത് ഒത്തിരി അങ്ങ് പറഞ്ഞു പോകും. ഇതെന്തോ ഒരു കാര്യം പറഞ്ഞപ്പോൾ നമ്മളങ്ങ് പോയി. അപ്പോൾ ഈ വിദേശത്തൊക്കെ ഉള്ളവരെയൊക്കെ നമ്മൾ മാനസികമായിട്ടൊന്നും വിഷമിപ്പിക്കരുത്. അവരെന്തെങ്കിലും ഒരു ആവശ്യത്തിന് നമ്മളെ വിളിച്ചാൽ നമ്മൾ സമാധാനിപ്പിക്കണം. അവർക്ക് പ്രശ്നങ്ങൾ അവർക്കും വിഷമങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ ഒരു ആശ്വാസത്തിന് വേണ്ടിയിട്ടാണ് നമ്മളെ വിളിക്കുന്നത്. നമ്മളെ വിളിക്കുമ്പോൾ നമ്മൾ നന്നായി കഷ്ടപ്പെടുന്നു. ഇപ്പോൾ ഞാൻ മസ്കറ്റിലുണ്ട്, ഞാൻ കണ്ടതാണ്. ഓക്കെ അത് ശരിയാണ്. അപ്പോൾ നമ്മളത് കഷ്ടപ്പാടുകൾ കാണുമ്പോഴാണ് നമ്മൾ അറിയുന്നത്. കിട്ടുന്ന ഭക്ഷണം ഒരു ദിവസം ഒരു ഭക്ഷണം എടുത്ത് 2 ആയിട്ട് പ്രശോഭ. ഓക്കെ സഹിച്ചേണ്ട ഒരു സഹോദരനാണ് പ്രശോഭ. ഓക്കെ ഭയങ്കരനാണ് കേട്ടോ. ആ സഹോദരൻ ഭയങ്കര സാധനമാണ് കേട്ടോ. എന്നിട്ട് വരിട്ടും അവിടെ ഇട്ട് നമ്മൾ അന്യനാട്ടിൽ നിന്ന് വന്ന് അവിടേക്കല്ലേ നമ്മൾ അവിടെ ഇട്ട് അമ്പലത്തിലിട്ട് വരിട്ട് നമ്മൾ പിന്നെ നാട്ടുകാരായിട്ട് നമ്മൾ മിണ്ടാതിരിക്കും. എന്തായാലും ആ സഹോദരനെ വലിയ ആളാണ് കേട്ടോ. അപ്പം അതെ അപ്പോൾ എന്തായിരുന്നാലും ഈ അന്യനാടുകളിലൊക്കെ താമസിക്കുന്നവരെയൊക്കെ ആണെങ്കിൽ നമ്മൾ അവരെ ഈ പ്രവാസികളാണ് അല്ലെങ്കിൽ വിദേശികളാണെന്നൊക്കെ പറയുമ്പോൾ നമ്മൾ പറയും ഇഷ്ടം പോലെ കാശുണ്ട് എന്നൊക്കെ പറഞ്ഞ് നമ്മളവരെ കളിയാക്കുമല്ലോ. അവരുടെ കഷ്ടപ്പാട് നമ്മളിവിടെ കഷ്ടപ്പെട്ട പോലെയല്ല അവരവിടെ കഷ്ടപ്പെടുന്നതെന്നുള്ളതാണ്. നമ്മൾ കഷ്ടപ്പെടുന്നതിൻ്റെ 10 മടങ്ങ് കഷ്ടപ്പാട് കൊണ്ടാണ് അവർ ഇവിടെ വരുന്നത്. നമ്മൾ വിചാരിക്കുമോ ഇവിടെ നിന്നൊക്കെ എങ്ങനെ പോയാൽ അതാണ്ട് ഇപ്പോൾ വെളുത്ത് ചുമന്ന് തുടുത്തൊക്കെ വരുവാണെന്നൊക്കെ നമ്മൾ പറയും. പക്ഷേ നമുക്കറിയാമോ അവരവിടെ വെയിൽ കൊണ്ട് പഴുത്താണ് വരുന്നതെന്നുള്ളത് നമുക്ക് അവിടെ ചെല്ലുന്നവർക്കേ അറിയത്തുള്ളൂ അതിൻ്റെ ആ ഒരു ബുദ്ധിമുട്ട്. ഈ ഇത്രയും ചൂടത്ത്
അപ്പോൾ നമ്മൾ അവിടെ നിൽക്കുമ്പോഴേ അറിയത്തുള്ളൂ ഈ ഷൂ ഒക്കെ ഇട്ടുകൊണ്ട് ഇത്രയും ചൂടത്തൊക്കെ നിൽക്കുന്നതിൻ്റെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ എന്തായിരുന്നാലും നമ്മൾ അതൊക്കെ ഒന്ന് മനസ്സിലാക്കണം എന്ന് ഒരിക്കലെങ്കിലും നമ്മൾ ആരോടെങ്കിലും ഒരു നന്ദി നമ്മൾ പറയണമെന്നുള്ളതാണ്. ഇപ്പം നമ്മൾ പറയും നമുക്ക് നന്ദി വേണ്ട നമ്മുടെ അമ്മയോടും അച്ഛനോടും നമ്മുടെ സഹോദരങ്ങളോടും അതാണെന്നൊക്കെ പറയും. പക്ഷെ അവർ മാത്രമൊന്നും അല്ല ഈ ലോകത്തുള്ളത്. ഒരുപാട് പേരെ നമ്മൾ നന്ദിയോടെ സ്മരിക്കേണ്ടതുണ്ട്. നമുക്കൊരു നേരത്തെ ആഹാരം തന്നിട്ടുള്ളതാണെങ്കിൽ പോലും അവരെ നമ്മൾ നന്ദിയോടെ സ്മരിക്കണം. ഒരു നേരത്തെ ആഹാരം തന്നാൽ മതി നമുക്ക്. നമ്മൾ അവരെ സ്മരിക്കുക എന്ന് പറയുന്നത് എത്രയോ ജന്മങ്ങൾ നമ്മൾ അതുപോലെ ഞാൻ കണ്ടിട്ടുള്ളതാണ്. ഈ ഹോട്ടൽ പറയുന്നതിന് ഒത്തിരി ഉദാഹരണങ്ങളുണ്ട്. ഹോട്ടലിൽ നിൽക്കുന്ന സെക്യൂരിറ്റിക്കാരൻ നമ്മൾ വണ്ടി എടുക്കുമ്പോഴും വണ്ടി കയറ്റിയിടുമ്പോഴും വണ്ടി ഇറക്കുമ്പോഴൊക്കെ അവർ കൈ കാണിക്കും, ചിരിച്ച് നമ്മളോട് ഓക്കെ എന്ന് പറയാം. നമ്മൾ ആരെങ്കിലും നിർത്തി ചോദിച്ചിട്ടുണ്ടോ അവർ ഭക്ഷണം കഴിച്ചിട്ടുണ്ടോ എന്ന്? നമ്മൾ കഴിച്ച ഭക്ഷണം പകുതിയൊക്കെ കളഞ്ഞിട്ട് നമ്മളൊക്കെ പോരും. എത്ര നേരം കൊണ്ട് നിൽക്കുന്നവരാണെന്നറിയാമോ? എൻ്റെ ഒരുപാട് സുഹൃത്തുക്കളുണ്ട് ഇങ്ങനെ ഈ ജോലി ചെയ്യുന്നവരൊക്കെ. ഒരുവിധം ഞാൻ ഹോട്ടലുകളിലൊക്കെ കയറിയിട്ടുണ്ട്. ഞാൻ ഹോട്ടലിലൊക്കെ ഭക്ഷണം കഴിക്കാനൊക്കെ കയറുമ്പോൾ ദൂരയാത്രയിൽ പോകുമ്പോഴൊക്കെ സമയത്ത് കയറുമ്പോൾ ഞാനൊരു സമയം കിട്ടിയാൽ ഞാൻ ആ സെക്യൂരിറ്റിയെ പരിചയപ്പെടും. ഇന്നുമില്ല 2 വാക്ക് സംസാരിക്കാൻ. നമുക്ക് അവർക്ക് കൊടുക്കാവുന്ന ഏറ്റവും നല്ലൊരു കാര്യമാണ് ഒരു സന്തോഷത്തോട് കൂടിയിട്ടുള്ള ഒരു പുഞ്ചിരി. അപ്പം അങ്ങനെയൊക്കെ നമ്മൾ ചെയ്താൽ ഒരു വലിയ കാര്യമാണ്. അത് നമുക്ക് സാധിക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ എന്നിട്ട് നമ്മൾ ഇപ്പം ഇത് രാവണൻ വിഭീഷണൻ ലങ്കയെ പറ്റി പറഞ്ഞ കഥയാണ്, അതികായൻ്റെ കഥയൊക്കെയാണ് നമ്മൾ ഇവിടെ ഇപ്പോൾ പറഞ്ഞത്. അതിനുശേഷം നമ്മൾ ഇത്രയും പറഞ്ഞിട്ട് വിഭീഷണൻ അവിടുന്ന് പോയി കഴിഞ്ഞു. പിന്നീട് രാവണൻ്റെ വിശ്വസ്തനായിരിക്കുന്ന ഒരു ദൂതനുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് ശുഗൻ എന്നാണ് പറയുന്നത്. അദ്ദേഹം രാവണൻ്റെ ഒരു ദൂതനാണ്. അദ്ദേഹം ഒരിക്കൽ ഈ രാവണൻ പറഞ്ഞത് പ്രകാരം ഈ യുദ്ധ തയ്യാറെടുക്കുന്ന സമയത്ത് ഒരു പക്ഷിയുടെ രൂപം ധരിച്ച് സുഗ്രീവനോടൊക്കെ ഒരു പറന്ന് എന്നിട്ട് പറഞ്ഞു, ഞാൻ മിത്രമായിരിക്കുന്ന ബാലിയുടെ അനുജനാണ് അങ്ങ്. അതായത് സുരേന്ദ്ര സാറേ നമസ്കാരം. ഈ ശുഗനാണെങ്കിൽ ഒരു പക്ഷിയുടെ രൂപം ധരിച്ച് മേളിൽ ചെന്നിട്ട് സുഗ്രീവനോട് പറയുകയാണ്, ഞാൻ രാവണൻ പറഞ്ഞു വിട്ടിട്ടുള്ള ഒരു ദൂതനാണ്. രാവണൻ എന്ന് പറയുന്നത് നിന്റെ സഹോദരനായിരിക്കുന്ന ബാലിയുടെ സ്നേഹിതനാണ്. ഞാൻ രാമന്റെ ഭാര്യയെ മോഷ്ടിച്ചു കൊണ്ടുപോയതിന് രാമൻ എന്നോട് യുദ്ധം ചെയ്യുന്നതിനൊരു ന്യായമുണ്ട്. പക്ഷേ ഒരു ഒരു സ്നേഹിതനും സഹോദരനുമായിരിക്കുന്ന ഒരു സഹോദരനും സ്നേഹിതനുമായിരിക്കുന്ന നീ എന്നോട് യുദ്ധത്തിന് വരുന്നത് വളരെ വിഷമകരമായിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പം അതുകൊണ്ട് നീ അതിൽ നിന്നൊക്കെ പിന്മാറണമെന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഇതൊന്നും മനസ്സിലാക്കാതിരുന്നിട്ട് എന്ത് ചെയ്തു? ഏറ്റവും ഒരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഉടൻ തന്നെ ഒരു വാനരൻ എടുത്തു ചാടി ഈ പക്ഷിയെ കടന്ന് പിടിച്ചിഞ്ഞ് കൊണ്ടുവന്നു. എന്നിട്ട് പറഞ്ഞു, എല്ലാവരും പറഞ്ഞു നമുക്ക് ഇവനെ അങ്ങ് കൊന്നു കളയാമെന്ന് പറഞ്ഞപ്പോൾ രാമൻ പറഞ്ഞു, ഒരിക്കലും കൊന്നു കളയരുത്, ഇവൻ ദൂതനാണ്, പക്ഷെ ഇവനെ ഇപ്പോഴേ വിടരുത്, ഇവനെ അവിടെ കെട്ടിയിട്ടേക്കാൻ പറഞ്ഞു. അങ്ങനെ ആ ശുഗനെ അവിടെ കെട്ടിയിട്ടു എന്നുള്ളതാണ്. എന്നിട്ടുള്ള ഈ കെട്ടിയിട്ട കഥയൊക്കെ രാവണൻ അറിഞ്ഞു. രാവണൻ അറിഞ്ഞെല്ലാം കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ഇനിയിപ്പോൾ നമുക്ക് യുദ്ധം തന്നെ ചെയ്തേ പറ്റത്തുള്ളൂ. മഹേഷ് മോഹൻ കുമാർ നമസ്തേ. അപ്പം ഇനി എങ്ങനെയാണ് ഇനി യുദ്ധത്തിൻ്റെ കാര്യത്തെപ്പറ്റി ചിന്തിക്കാമെന്ന് രാമനും വിഭീഷണനും ഒക്കെ പറയുന്ന സമയത്ത് അതിന് ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് സേതുബന്ധനം എന്ന് പറയുന്നൊരു കാര്യമാണ്. അതായത് സേതു എന്ന് പറയുന്ന കടലിനെ ബന്ധിച്ചുകൊണ്ട് നമ്മൾ ഈ കടലിൽ കൂടി നമ്മൾ കടന്നുണ്ട്. അപ്പോൾ കടൽ 2 സൈഡിലോട്ട് മാറിയെങ്കിൽ മാത്രമേ നമുക്ക് അവിടെ കരയിലൂടെ നടന്ന് ലങ്കയിലെത്താൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതിനെപ്പറ്റി നമുക്ക് ആലോചിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അതിന് എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, എല്ലാവരും പറഞ്ഞു അതിന് ഈ കടലിൻ്റെ ദേവനായിരിക്കുന്ന വരുണന്റെ അനുഗ്രഹമാണ്, വരുണൻ വേണം ഇതെല്ലാം ചെയ്തു തരാൻ. അപ്പോൾ അങ്ങനെ എല്ലാവരും കൂടി ഇരുന്ന് വരുണന്റെ അടുക്കൽ ചെന്നിരുന്ന് പ്രാർത്ഥിച്ചു. പക്ഷേ ആ പ്രാർത്ഥനയൊന്നും വരുണൻ കേട്ടില്ല. കേൾക്കാതിരുന്ന സമയത്ത് അവസാനം എന്ത് ചെയ്തു? രാമൻ ഒരു ബ്രഹ്മാസ്ത്രം എടുത്ത് അങ്ങ് ഉപയോഗിക്കാൻ തുടങ്ങിയെന്ന്. അത് ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോഴേക്കും വരുണൻ ഭയന്ന്
ഭഗവാന്റെ നമസ്കരിച്ചിട്ട് പറഞ്ഞു, എനിക്കൊരു തെറ്റ് പറ്റിയതാണ്, അപ്പോൾ അതുകൊണ്ട് എന്നോട് ക്ഷമിക്കണം. എനിക്ക് ഈ കടൽ മാറുക എന്ന് പറയുന്നത് പ്രകൃതിക്ക് വിരുദ്ധമായിരിക്കുന്ന കാര്യമാണ്. കുറച്ച് സ്ഥലത്തെ കടൽ മാറുക എന്ന് പറയുന്നത് പോലും പ്രകൃതിക്ക് വിരുദ്ധമാണ്, പ്രകൃതി നിയമങ്ങൾക്ക് വിരുദ്ധമാണ്. അപ്പം അതുകൊണ്ട് പ്രകൃതി വിരുദ്ധമായ കാര്യങ്ങൾ ചെയ്യാൻ അങ്ങ് എന്നെ നിർബന്ധിക്കരുത്. മറിച്ച് ഈ കടലിൻ്റെ മുകളിൽ കൂടി, കടലിലെ തിരമാലകളുടെ മേളിൽ കൂടെ നിങ്ങൾ നടന്നു പോയിക്കോളൂ, ഞാനത് നോക്കിക്കോളാം. അപ്പോൾ കടലിലെ വെള്ളത്തിൻ്റെ ആ ഒരു ഇതിനെ തടയാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും മുകളിൽ ഇട്ടാൽ ഞാൻ അതിനെ താങ്ങി നിർത്തിക്കൊള്ളാം. അതൊരിക്കലും പോകാത്ത വിധത്തിൽ താങ്ങി നിർത്തിക്കൊള്ളാം. അതിനു വേണ്ടിയിട്ട് പരിശ്രമിക്കാൻ പറഞ്ഞു. അതിനു വേണ്ടിയിട്ട് വരുണൻ തന്നെ പറയുന്നുണ്ട്, വിശ്വകർമാവിൻ്റെ പുത്രനായിരിക്കുന്ന നളനെയും അഗ്നിപുത്രനായിരിക്കുന്ന നീലനെയും ഭാരമേൽപ്പിച്ചു കൊണ്ടാൽ ഞാൻ ഇതെല്ലാം വേണ്ട വിധത്തിൽ ചെയ്തു കൊള്ളാമെന്ന് പറഞ്ഞു. അങ്ങനെ കടലിൻ്റെ മുകളിൽ കൂടി ഒരു ഇത് ചെയ്യാനായി പോകുന്നു, ഒരു പാലം നിർമ്മിക്കാനായി പോകുന്നു. അപ്പം അങ്ങനെ പാലം ചുമക്കാനായിട്ട് പോകുന്ന, ഒരു പാലം ഉണ്ടാക്കാനായിട്ട് പോകുന്ന സമയത്ത് ഈ പാലത്തിനുള്ള കല്ലുകളൊക്കെ എടുക്കണം വേണ്ടേ. അപ്പോൾ അതിനു വേണ്ടിയിട്ട് അവരൊരു സ്ഥാനം കണ്ടെത്തിയപ്പോൾ അവിടെ വെറുതെ നമ്മൾ ഇതൊരു കാര്യം തുടങ്ങരുത്. അപ്പോൾ അതിനെന്തെങ്കിലും ഒരു നല്ല പൂജ നടത്തി വേണം ഒരു കാര്യം സമാരംഭിക്കാൻ. അതിന് ഭഗവാൻ എന്ത് ചെയ്തു, അവിടെ മണ്ണുകൊണ്ട് തന്നെ ഒരു ശിവലിംഗം ഉണ്ടാക്കി അവിടെ ശിവനെ പൂജിച്ചു എന്നുള്ളതാണ്. അപ്പോൾ രാമൻ എന്ത് ചെയ്തു, രാമൻ അവിടെ രാമന് വേണ്ടിയിട്ട് ഒരു ഈശ്വരനെ ഉണ്ടാക്കിയത് കൊണ്ട് ആ സ്ഥലം രാമേശ്വരമായി എന്ന് മാറിയെന്നാണ്. അങ്ങനെ രാമേശ്വരൻ്റെ ജഗൽപ്രാണ ചൈതന്യമായിരിക്കുന്ന പ്രതിഷ്ഠയ്ക്കുള്ള ഭഗവാന്റെ ഒരു പ്രതിഷ്ഠയ്ക്കും അതിനൊരു മുഹൂർത്തമൊക്കെ കണ്ടെത്തി. അങ്ങനെ ഉത്തമ സമയത്ത് അവിടെ ഈ ഭഗവാൻ പരമേശ്വരനെ പ്രതിഷ്ഠിച്ച് ഭഗവാൻ ശ്രീരാമചന്ദ്രൻ പൂജ നടത്തി. ആ സ്ഥലത്ത് ഇന്നും രാമേശ്വരം എന്ന പേരിൽ അറിയപ്പെട്ടു എന്നും സർവ്വപാപങ്ങളിൽ നിന്നും മുക്തി ഉണ്ടാകാൻ രാമേശ്വരത്ത് ചെന്ന് നമ്മൾ കർമ്മങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്കവിടെ സാധ്യമാകുമെന്ന് പറയപ്പെടുന്നുണ്ട്. രാമേശ്വരത്തിൻ്റെ പ്രാധാന്യം അതുതന്നെയാണ്. അവിടെ എല്ലാവരും വന്നിരുന്ന ഹരഹര മഹാദേവ എന്നൊക്കെ പ്രാർത്ഥിച്ചിട്ടാണ് എല്ലാവരും. കാരണം ഏതൊരു കാര്യം ചെയ്യുമ്പോഴും ഒരു ദേവപൂജ പോലെ ചെയ്തു വേണം എന്നുള്ളതാണ്. നമ്മളെ വീടൊക്കെ പാല് കാച്ചുന്ന സമയത്ത് നമ്മളെല്ലാവരും ചെയ്യുന്ന ഒരു കാര്യം ഗണപതി ഹോമവും ഭഗവത് സേവയാണ്. പക്ഷേ ഈ ഗണപതി ഹോമം ഭഗവത് സേവയ്ക്കല്ല ഒരു വീട് പാല് കാച്ചുന്നതിൻ്റെ പ്രാധാന്യം, വാസ്തുബലിക്കാണ് എന്നുള്ളതാണ്. കാരണം വാസ്തുബലി കഴിക്കുന്നത് എപ്പോഴും നമ്മുടെ ആ സ്ഥലത്തിൻ്റെ ദേവതയായിരിക്കുന്ന വാസ്തുപുരുഷനോടുള്ള അനുവാദത്തിന് വേണ്ടിയിട്ടാണ്. എപ്പോഴും പാല് കാച്ചുന്നതിന് മുമ്പ്, പാല് കാച്ചുന്നതിൻ്റെ തലേ ദിവസം നമ്മുടെ വീട്ടിൽ ഒരു വാസ്തുബലി നടത്തിയിട്ട് വേണം രാവിലെ ഗണപതി ഹോമമൊക്കെ നടത്താൻ. ഇന്നല്ലെങ്കിൽ നാളെ ആയാലും നമ്മളവിടെ നടത്തേണ്ടി വരും എന്നുള്ളതാണ്. അപ്പം എന്ന് പറഞ്ഞതുപോലെ ഒരു എല്ലാത്തിനും നിലനിർത്തുന്ന ഒരു ദേവത എല്ലാത്തിനകത്തിലുണ്ടാവും. ഏതൊരു ചടങ്ങ് നടക്കുമ്പോഴും ഒരു പ്രാർത്ഥനയും ഒരു കർമ്മങ്ങളുമൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാണത്. നമ്മുടെ സങ്കല്പത്തിൻ്റെ ഒരു വിശേഷതയാണെന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഈ ഭഗവാൻ കൊണ്ടുവന്നിട്ടുള്ള ഹനുമാൻ സ്വാമി ഒരു ശിവലിംഗം കൊണ്ടുവന്നിട്ട് അവിടെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട് ആ ഗോപുരനടയിൽ. അപ്പോൾ എപ്പോഴും ആ ഗോപുരനടയിലെ പ്രതിഷ്ഠ കണ്ട് തൊഴുതിട്ട് അകത്ത് രാമേശ്വര ഭഗവാനെ കാണാൻ പോകാവൂ എന്നാണ് ഒരു വിധി തന്നെ ഉണ്ട് എന്നുള്ളതാണ് പറയുന്നത്. രാജേഷ് തങ്കപ്പൻ നമസ്തേ. അപ്പം അതിനുശേഷമാണ് അവർ സേതുബന്ധനത്തെ ചെയ്യുന്നത്. അതായത് പാറക്കല്ലുകൾ എടുത്ത് അതിലെല്ലാം രാമനാമം എഴുതി. കാരണം ഒരു കല്ലിട്ടപ്പോൾ കല്ല് താന്നു പോയി എന്നാണ് പറയുന്നത്. അപ്പോൾ കല്ലിട്ടപ്പോൾ താന്നു പോയപ്പോഴേക്കും എല്ലാവരും ചോദിച്ചു, വരുണനല്ലേ പറഞ്ഞത് അത് താങ്ങി നിർത്തിക്കോളാന്ന്. അപ്പോൾ വരുണൻ പറഞ്ഞു, അതിനകത്തിലൊരു ദേവബന്ധം ഉണ്ടെങ്കിലേ, അതിനൊരു ചൈതന്യം ഉണ്ടെങ്കിലേ എനിക്കതിനെ താങ്ങി നിർത്താൻ പറ്റത്തുള്ളൂ. അപ്പം അങ്ങനെ ഓരോ കല്ലുകളിലും രാമനാമം എഴുതാൻ പറഞ്ഞു. അങ്ങനെ ഓരോ കല്ലുകളിലും രാമനാമം എഴുതി എന്നാണ് പറയുന്നത്. അങ്ങനെ ഓരോ കല്ലുകളിലും രാമനാമം എഴുതി കഴിഞ്ഞപ്പോൾ ആ കല്ലുകളെല്ലാം ആ സമുദ്രത്തിൻ്റെ മുകളിൽ തങ്ങി നിന്നു എന്നാണ് പറയുന്നത്. അങ്ങനെ ആദ്യത്തെ ദിവസം 14 യോജന നീളത്തിൽ പണി കഴിച്ചു. രണ്ടാമത്തെ ദിവസം 20 യോജന, മൂന്നാമത്തെ ദിവസം 20 യോജന, നാലാമത്തെ ദിവസം 22 യോജന, 5-ാം ദിവസം 23 യോജന. അങ്ങനെ
5 ദിവസങ്ങൾ കൊണ്ട് 25 യോജന നീളത്തിൽ സേതു സഞ്ചാര യോഗമാക്കിയെന്നാണ് പറയുക. അതായത് 100 യോജനയോളം, 100 യോജനയാണല്ലോ അങ്ങ് വരെ ഉള്ളത്, 100 യോജന 5 ദിവസങ്ങൾ കൊണ്ട് അവർ കൃത്യമായിട്ട് ഉണ്ടാക്കി എന്നാണ് പറയുക. അങ്ങനെ ഓരോ ദിവസവും കൃത്യമായിട്ടാണ് ഇതെല്ലാം ചെയ്ത് അവർ ഓരോ കാര്യങ്ങളും ചെയ്തതെന്നാണ് പറയുക. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അനവധി വാനരന്മാരെല്ലാം അവിടെ വന്ന് നിൽക്കുന്നുണ്ട്. അങ്ങനെ വന്ന് നിൽക്കുന്ന സമയത്ത് രാവണൻ വീണ്ടും ഒരു ദൂതനെ പറഞ്ഞു വിടും. ദൂതനല്ല, ഒരു ചാരനെ പറഞ്ഞു വിടുന്നുണ്ട്. സാരണൻ എന്നാണ് ആ ആളുടെ പേര്. ശുകനെ പോലെ തന്നെ ഹനുമാൻ രാവണന്റെ ഒരു ദൂതനും ചാരനുമാണ്. അദ്ദേഹം എന്ത് ചെയ്തു, വാനര വേഷത്തിൽ വന്നിട്ട് അവിടെ വന്നിട്ട് എല്ലാ കാര്യങ്ങളും അറിഞ്ഞ് മനസ്സിലാക്കിയിട്ട്, പ്രഭാകൃഷ്ണദാസ് നമസ്തേ, അവിടെ വന്നിട്ട് രാവണന്റെ അടുക്ക വന്നിട്ട് പറഞ്ഞു, നമ്മൾ വിചാരിക്കുന്ന പോലൊന്നും അല്ല കാര്യങ്ങൾ, അവിടെ ഞാൻ കണ്ടു മനസ്സിലാക്കിയിടത്തോളം അവിടെ വലിയ പ്രയാസമാണ്, നമുക്ക് അവരിൽ നിന്ന് രക്ഷപ്പെടാൻ. അതുകൊണ്ട് നമുക്ക് ഈ യുദ്ധം ഒഴിവാക്കുന്നതായിരിക്കും ഏറ്റവും ഉചിതമായിരിക്കുന്ന കാര്യം. അതുകൊണ്ട് അങ്ങ് എല്ലാവരും പറയുന്നത് പോലെ ഈ യുദ്ധം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അങ്ങ് ചെന്നിട്ട് സീതാദേവിയെ തിരികെ കൊടുത്ത് രാമനോട് കൊടുത്തിട്ട് തിരിച്ചു പോരാവോ, ഇതൊന്ന് പ്രശ്നമൊന്ന് ഇല്ലാതാക്കാനൊക്കെ പറഞ്ഞപ്പോഴൊക്കെ അവിടെ സമ്മതിച്ചില്ല എന്നാണ് പറയുന്നത്. കാരണം അപ്പോഴും രാവണൻ ആട്ടിപ്പുറത്താക്കിയെന്നാണ് പറയുന്നത്. അങ്ങനെ ഈ ശുകനെ പോലെ തന്നെ, ശുകന്റെ കഥ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ശുകനെയാണല്ലോ അവിടെ പിടിച്ചു കെട്ടിയിട്ടേക്കുന്നത് അല്ലേ. ആ ശുകൻ ഒരു പക്ഷിയുടെ വേഷം ധരിച്ചിട്ടാണ് അവിടെ കിടന്നത്. ഈ ശുകൻ എന്ന് പറയുന്ന ആളെ പറ്റി രാമായണത്തിൽ പറയുന്ന ഒരു കഥയുണ്ട്. പണ്ട് ഈ ശുകനെ സംബന്ധിച്ചുള്ളത് നല്ലൊരു ബ്രാഹ്മണനായിരുന്നു എന്നാണ് പറയുക. ഒരിക്കല് അദ്ദേഹം ഇങ്ങനെ ഇരിക്കുന്ന, അദ്ദേഹത്തിന്റെ ഭാര്യയോടൊപ്പം ജീവിക്കുന്ന സമയത്ത് അഗസ്ത്യമുനി അവിടെ ചെന്നു. അപ്പം അഗസ്ത്യമുനി ചെന്നിട്ട് പറഞ്ഞു, എനിക്ക് ഭക്ഷണം വേണം, ഞാൻ പോയി കുളിച്ചിട്ട് വരാം, അതുകൊണ്ട് അപ്പോഴത്തേക്ക് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി വെക്കാൻ പറഞ്ഞു. അപ്പോൾ ഇദ്ദേഹം എന്ത് ചെയ്തു, ഇതിങ്ങനെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സ്വസ്ഥമായിട്ടൊക്കെ. സന്തോഷം അമ്മേ, ഇന്ദിരാകൃഷ്ണൻ നമസ്തേ, അമ്മയുടെ ആ അനുഗ്രഹത്തിന് നമസ്കരിക്കുന്നു. അമ്മ എനിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം, പറയാനും ഒക്കെ സാധിക്കണം. അപ്പം അങ്ങനെ ഇതിങ്ങനെ സംഭവിക്കും. ബാബു മുത്തു നമസ്തേ. അപ്പം ഈ ശുകൻ എന്ന് പറയുന്ന ഈ ബ്രാഹ്മണൻ ഇങ്ങനെ ഭക്ഷണമൊക്കെ അഗസ്ത്യമുനിക്ക് വേണ്ടിയിട്ട് ഭക്ഷണമൊക്കെ ഉണ്ടാക്കാനായിട്ട് തയ്യാർ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ ഈ രാവണന്റെ ഒരാളായിരിക്കുന്ന വജ്രദംഷൻ എന്ന് പറയുന്ന ഒരാൾ അവിടെ ചെന്നു. അപ്പോൾ അവിടെ ചെന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഇയാളെ ഒന്ന് ഉപദ്രവിക്കണമെന്ന് തോന്നി. നമ്മൾ കണ്ടിട്ടുണ്ടോ, നമ്മളിലും ഉണ്ട് ഈ വജ്രദംഷൻ എന്ന് പറയുന്ന ഒരാൾ. നമ്മളവിടെ ഇങ്ങനെ ചുമ്മാ അവിടെ ഇരിക്കുമ്പം ഒരു ഉറുമ്പിങ്ങനെ പോവാം, നിസ്സാരം ഒരു ഉറുമ്പിങ്ങനെ പോവാം. നമ്മൾ എന്ത് ചെയ്യുന്നറിയാം, ഈ വിരൽ കൊണ്ട് ഈ ഉറുമ്പിനെ ദേഹത്തോട് ഒറ്റ കുത്തും. ഈ ഉറുമ്പ് വെച്ചാണ് അത് നമ്മളിങ്ങനെ എടുത്തതും കളയും. എന്തോ ഒരു കാര്യവുമില്ല, ചുമ്മാ നമുക്കൊരു രസം, അതിനൊന്ന് കൊല്ലുക. ഒരു പട്ടി ഇങ്ങനെ പോകുന്നു, ചുമ്മാ അവിടെ കിടന്ന ഒരു കല്ലെടുത്തോളം ഒറ്റയാണ്, പട്ടി വരുന്നുണ്ട് ഓടിപ്പോകും. നമ്മൾ നടന്നു പോകുന്നൊരു പട്ടി ഇങ്ങനെ നമ്മളൊരൊറ്റ ചാടിക്കുക, ഇത് അലറി വിളിച്ചുകൊണ്ട് അതങ്ങ് പോകും. അപ്പോൾ പേടിച്ചിട്ടാണ്. അതുപോലെ ഒരു കാക്ക വന്നിരുന്നു, ഒരു കിളി വന്നിരുന്നു, നമ്മൾ കൈ കിട്ടിയത് എന്തെങ്കിലും എടുത്ത് ചുമ്മാ ഒരു ഏറെ അതിനെ, അത് പറന്നു പോകുന്നത് കാണാൻ വേണ്ടി ഒരു രസം, അത്രയേ ഉള്ളൂ. നമ്മൾ അങ്ങനെ ഒരു ചില സ്വഭാവ സവിശേഷതകളൊക്കെ ഉണ്ട്. അത് അങ്ങനെയുള്ളവരാണ് ആ വജ്രദംഷൻ എന്നാണ് പേര്. അപ്പം അതിൻ്റെ ഒരു കഥ കേട്ടോളൂ. അപ്പം ഈ വജ്രദംഷൻ ഇത് കണ്ടപ്പം ഈ ബ്രാഹ്മണനെ ഒന്ന് ഉപദ്രവിച്ചാൽ കൊള്ളാം. അപ്പം ചെന്ന് ഉപദ്രവിക്കേണ്ട, ദേഹത്ത് പരിക്കൊന്നും ഉണ്ടാക്കേണ്ട, നല്ലൊരു, നമ്മുടെ ഇപ്പോഴത്തെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു പണി കൊടുക്കുക എന്നുള്ളതാണ് ഉദ്ദേശം. അങ്ങനെ പണി കൊടുക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നറിയാം, ഈ അഗസ്ത്യമുനി അവിടെ കുളിക്കാനായി പോയ സമയത്ത് ഈ വജ്രദംഷൻ അഗസ്ത്യമുനിയുടെ വേഷം ധരിച്ചിട്ട് വന്നു. എന്നിട്ട് പറഞ്ഞു, ഇന്ന് വെളുത്ത വാവാണ്, അപ്പം അതുകൊണ്ട് എല്ലാ വെളുത്ത വാവിനും ഞാൻ വെളുത്ത മുയലിൻ്റെ മാംസം കഴിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വരുമ്പോഴത്തേക്ക് അതുകൂടെ തയ്യാറാക്കി വെക്കണമെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം വീണ്ടും കുളിക്കാനായിപ്പോയി.
അപ്പോൾ ഈ വന്ന ബ്രാഹ്മണൻ വിചാരിച്ചു ശരിയായിരിക്കും, അദ്ദേഹം പറഞ്ഞതല്ലേ ശരിയായിരിക്കും എന്ന് വിചാരിച്ചു. അപ്പോൾ പറഞ്ഞു, ഞാൻ എങ്ങനെയാണ് പോയി ഒരു മൃഗത്തിനെ കൊല്ലുന്നത്? അപ്പം രജനി നമസ്തേ. അപ്പോൾ ഉടൻ തന്നെ അദ്ദേഹത്തിൻ്റെ ധർമ്മപത്നി പറഞ്ഞു, മഹർഷി പറഞ്ഞ കാര്യമല്ലേ, നമുക്കത് ചെയ്യാം, അദ്ദേഹം പറഞ്ഞിട്ട് ചെയ്യുകയല്ലേ. അപ്പോൾ അതിങ്ങനെ വിചാരിച്ചിട്ട് ആശ്രമത്തിലുണ്ടായിരുന്ന ഒരു മുയലിനെ കൊന്ന് അതിൻ്റെ ഇറച്ചി എടുത്ത് തയ്യാറാക്കിയിട്ട് അഗസ്ത്യമുനി വന്നപ്പോൾ ഭക്ഷണം വിളമ്പി കൊടുത്തു. അപ്പോൾ ഇവർ വളരെ സന്തോഷത്തോടു കൂടിയാണ് വിളമ്പി കൊടുക്കുന്നത്. അപ്പോൾ ഈ ഭക്ഷണം വിളമ്പി കൊടുത്തു കഴിഞ്ഞപ്പോഴാണ് ഇതറിയുന്നത്. ഈ മുയലെന്ന് പറയുന്നത് ഒരു മനുഷ്യനായിരുന്നു. മനുഷ്യനെ ഈ വജ്രദംശൻ ഒരു മൃഗമാക്കി അതുവഴി വിട്ടതാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതൊരു മനുഷ്യൻ്റെ ഒരു മാംസം തന്നെയാണ്. അപ്പോൾ ഇത് ഭക്ഷിക്കാനായിട്ട് എടുക്കേണ്ടി വന്ന ഒരു സ്ഥിതി അഗസ്ത്യമുനിക്കുണ്ടായി. അദ്ദേഹം കഴിച്ചു കാണത്തില്ലായിരിക്കാം. അപ്പോൾ അദ്ദേഹം ഇത് എടുത്തു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഇത് മനസ്സിലായിട്ട് പറഞ്ഞു, ഇത് നിങ്ങൾ എന്നെക്കൊണ്ട് ഇങ്ങനെ ഒരു മനുഷ്യ മാംസം കഴിപ്പിക്കാൻ നിങ്ങൾ നിർബന്ധിച്ചത് കൊണ്ട് നിങ്ങളൊരു അസുര സ്വഭാവമുള്ളവനായിട്ടാണ് നിങ്ങൾ ഈ കാണിച്ചത്. അപ്പോൾ അതൊരു ആസുരിക സ്വഭാവം കാണിച്ചതുകൊണ്ട് നീ ഒരു അസുരനായിട്ട് പോയി ജനിക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ശുഗൻ തൊഴുതുകൊണ്ട് പറഞ്ഞു, അങ്ങ് തന്നെയാണ് പറഞ്ഞത്, അങ്ങ് സത്യലംഘനം ചെയ്യരുത്, അങ്ങ് വന്നിട്ടല്ലേ എന്നോട് പറഞ്ഞത് ഇങ്ങനെ ചെയ്യണമെന്ന്. അപ്പം അഗസ്ത്യമുനി ഒന്ന് മനസ്സിലൊന്ന് ആലോചിച്ചപ്പോൾ കാര്യങ്ങളൊക്കെ വജ്രദംശന്റെ കാര്യമൊക്കെ പിടികിട്ടി. അപ്പോൾ ഭരതാംശയും അപ്പോൾ ഇത് മനസ്സിലായി കഴിഞ്ഞപ്പോൾ ഉടൻ തന്നെ അഗസ്ത്യമുനി പറഞ്ഞു, സാരമില്ല, നീ പേടിക്കണ്ട, ഞാൻ ശപിച്ചത് ശപിച്ചു, അതിന് എനിക്ക് തിരിച്ചെടുക്കാൻ പറ്റുന്നില്ല. പക്ഷെ നിനക്ക് നല്ലൊരു വലിയ കുന്നം പുഷ്പകുമാർ നമസ്തേ. അപ്പോൾ നിന്നെ വേണമെങ്കിൽ എനിക്ക് വേറൊരു സഹായം ചെയ്യാൻ പറ്റും. അതായത് നീ രാവണന്റെ കൊട്ടാരത്തിൽ രാവണന്റെ ദൂതനായിട്ട് നീ നിൽക്കട്ടെ. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഭഗവാൻ ശ്രീരാമചന്ദ്രന്റെ ഭാര്യയായിരിക്കുന്ന സീതാദേവിയെ രാവണൻ കട്ടുകൊണ്ട് പോരുമ്പോൾ ആ യുദ്ധത്തിൻ്റെ സമയത്തൊരു യുദ്ധത്തിന് വേണ്ടിയിട്ട് നിന്നെ ദൂതനായിട്ട് അയക്കും, ഒരു ചാരനായിട്ട് അയക്കും. അപ്പോൾ നീ ചെന്ന് ഭഗവാന്റെ രാമമാഹാത്മ്യം നീ പറയേണ്ടി വരുമ്പോൾ നിന്നെ അവിടെ നാട്ടി പുറത്താക്കും. ആ ആട്ടി പുറത്താക്കുന്നതോടുകൂടി നിനക്ക് ശാപമോക്ഷം കിട്ടും. അപ്പോൾ നിന്റെ ധർമ്മപത്നിയും നിന്നോടൊപ്പം വന്ന് ചേർന്നുകൊള്ളും, നീയെ വിഷമിക്കുമൊന്നും വേണ്ട, നിനക്കതിനുള്ള ഭാഗ്യം കിട്ടും. കാരണം രാമനാമ മാഹാത്മ്യം പറയാം, നമുക്ക് ഭാഗ്യം കിട്ടുക എന്ന് പറയുന്നത് ഒരു മുജ്ജന്മ പുണ്യമായിട്ടാണ് പറയുന്നത്. നമ്മളിപ്പോൾ ഈ കൂടുന്നതും പറയുന്നതുമൊക്കെ, എനിക്ക് രാമായണത്തിലെ കഥകളെല്ലാം അറിയില്ല. രാമായണത്തിലെ കഥകളൊക്കെ പലതും വായിച്ച് മനസ്സിലാക്കിയിട്ട് എനിക്കറിയാവുന്ന വിധത്തിൽ ഞാൻ നിങ്ങളോട് പറയുകയാണ്. നമ്മൾ ഇതുകൊണ്ടൊക്കെ ആഗ്രഹിക്കുന്നത് എപ്പോഴെങ്കിലുമൊക്കെ നമുക്കൊരു ഭഗവാനെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ നമ്മൾ ഇപ്പം എൻ്റെ കാര്യം ചിന്തിച്ചാൽ രാവിലെ 4:30 ഉണർന്ന് ശ്രീമാതാമസേ രാവിലെ ജോലിയൊക്കെ ഈ ഭഗവാനെ നോക്കുന്ന കാര്യങ്ങളാണേലും അത് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ എപ്പോഴെങ്കിലും ഭഗവാന്റെ മഹാത്മ്യമൊക്കെ പറയാൻ വേണ്ടിയിട്ടായിരിക്കാം നമ്മൾ നോക്കുന്നത്. അല്ലെങ്കിൽ നോക്കിയിട്ട് പിന്നെ നമ്മൾ പറയാമെന്ന് വിചാരിക്കുന്നതിനേക്കാൾ പറയാനായിട്ട് നമ്മൾ നോക്കുമ്പോൾ നമ്മൾ കുറെ കൂടി ശ്രദ്ധയോടുകൂടി നമ്മൾ നോക്കും. അപ്പോൾ അങ്ങനെ നമുക്ക് ഭഗവാന്റെ മഹാത്മ്യങ്ങൾ പറയാൻ സാധിക്കണമെങ്കിൽ നമുക്ക് ഒരു മുൻജന്മ പുണ്യമുണ്ടാകണം. അപ്പം അങ്ങനെ ഒരു മുൻജന്മ പുണ്യം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടാകാം. ഇതുപോലെ ഭഗവാന്റെയും ഭഗവതിയുടെയൊക്കെ പ്രാർത്ഥനകളും നാമങ്ങളും ഒക്കെ പറയുവാൻ. ഇപ്പം നാമം ജപിക്കുന്നത് മാത്രമല്ല പുണ്യം, ഭഗവാന്റെ മഹാത്മ്യങ്ങളെ നമുക്ക് എത്രത്തോളം പറയാമോ ആ പറയുന്തോറും നമ്മുടെ നാവ് ഈശ്വരൻ നമുക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ ഈ നാവിൻ്റെയൊക്കെ സ്ഥിതി ഇല്ലാതെ വരും. ഇന്ന് ഞങ്ങളുടെ കൊരമ്പാല അമ്പലത്തിൽ, പുത്തങ്കാവിൽ അമ്പലത്തിൽ ഒരു പുസ്തകത്തിൻ്റെ പ്രകാശനം ഉണ്ടായിരുന്നു വൈകിട്ട് 4:30. ബ്രഹ്മശ്രീ അക്കിരവൺ കാളിദാസ ഭട്ടതിരിയായിരുന്നു അത് നിർവഹിച്ചത്. അത് ഭഗവത്ഗീത കിളിപ്പാട്ട് ദാമോദരസ്വാമി എന്ന് പറഞ്ഞ കൊരമ്പാലയിലുള്ള ഒരാൾ എഴുതിയത്, ഒരു 2 പതിറ്റാണ്ടിന് മുമ്പുള്ള ഒരാളാണ്. അപ്പോൾ അതിൻ്റെ ഇതെല്ലാം എഴുതിയെടുത്ത ആൾ ജയകുമാറെ നമസ്തേ, അജിത മുരളി നമസ്തേ. അപ്പം ഈ മോഹൻ സാർ എന്ന് പറഞ്ഞ ഒരാൾ നമ്മുടെ മനോരമ ന്യൂസ് ചാനലിൽ വർക്ക് ചെയ്യുന്ന വിനുമോഹൻ്റെ അച്ഛൻ, അദ്ദേഹം അതെല്ലാം കൂടെ ഒരു പുസ്തകമാക്കിയിട്ടാണ് അതിൻ്റെ പ്രകാശനമായിരുന്നു. ഇന്ന് ആ പ്രകാശന സമയത്ത് അവിടെ 4:30 4:15 ഞാൻ അവിടെ എൻ്റെ വീടിൻ്റെ തൊട്ട് 2 മേളിലാണ്. അവിടെ വെച്ച് ഞാൻ വളരെ അവിചാരിതമായിട്ട് ഒരാളെ കണ്ടപ്പോൾ ചോദിച്ചു, ഒരാളുടെ കാര്യം ചോദിച്ചു, കുറേ കാലമായി കണ്ടിട്ട് ഇപ്പം അദ്ദേഹം ഇവിടാണ് എന്ന് ചോദിച്ചപ്പോൾ വളരെ ദയനീയമായിട്ട് ആ ആള് എന്നോട് പറഞ്ഞൊരു കാര്യം,
അദ്ദേഹം തളർന്നു കിടക്കുകയാണെന്ന് പറഞ്ഞു. ശരിക്കും ആ ക്ഷേത്രസന്നിധിയിൽ വെച്ച് നമുക്ക് ഞങ്ങൾ തമ്മിൽ വലിയ സുഹൃത്തുക്കളാണ്. കുറേ കാലമായി ഞങ്ങൾ തമ്മിൽ സംസാരിച്ചിട്ട് ചിലപ്പോഴൊക്കെ എൻ്റെ കൂടെ വണ്ടിയിലൊക്കെ വരികയൊക്കെ ചെയ്യുമായിരുന്നു. അദ്ദേഹം ജോലി ചെയ്യുന്ന സ്ഥലത്തോട്ട് പോകുമ്പോൾ ഞാൻ ആ വഴിക്ക് പോകുമ്പോൾ എൻ്റെ കൂടെയൊക്കെ കയറി. ഞാൻ കുട്ടനാട് ജോലി ചെയ്യുന്ന സമയത്ത് പലപ്പോഴും വെളുപ്പിന് എൻ്റെ കൂടെ മനീഷ്, നമസ്തേ, എൻ്റെ കൂടെ വണ്ടിയിൽ അദ്ദേഹം വരുമായിരുന്നു. ഞങ്ങളിങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് 1.5 മണിക്കൂറത്തെ യാത്ര ഉണ്ട്. അപ്പോൾ ആ 1.5 മണിക്കൂർ ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ചിരിച്ച് കളിച്ച് സന്തോഷമായിട്ടൊക്കെയാണ് വെളുപ്പിനെ പോകുന്നത്. വളരെ നല്ല വ്യക്തിയായി ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ദിവസം രാവിലെ അദ്ദേഹം എഴുന്നേക്കാൻ നോക്കിയപ്പോൾ അദ്ദേഹത്തിന് എഴുന്നേക്കാൻ പറ്റുന്നില്ല. വെളുപ്പിനെ 3 മണിക്ക് എഴുന്നേക്കാൻ 4:30 അദ്ദേഹത്തിന് പോകണം. 6:30 ജോലിക്ക് പ്രവേശിക്കണം. 3 മണിയാകുമ്പോൾ ജോലി കഴിയും. 6 മണിയാകുമ്പോഴത്തേക്ക് വീട്ടിലും വരും. അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു ഇയാൾ എന്നോട് പറഞ്ഞൊരു കാര്യം, ഒരു ദിവസം രാവിലെ നോക്കിയപ്പോൾ അദ്ദേഹത്തിന് എഴുന്നേക്കാൻ പറ്റുന്നില്ല, സംസാരിക്കാൻ പറ്റുന്നില്ല. ശരീരത്തിൻ്റെ ഒരു ഭാഗം പൂർണ്ണമായും തളർന്നു പോയിരിക്കുന്നു. എന്തും വേണ്ടി സ്വപ്നങ്ങൾ ഉണ്ടായിരുന്ന, എന്തും വേണ്ടി ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയായിരുന്നു എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ എത്രയും അറിയുമോ എന്ന് എനിക്കറിയില്ല, പറഞ്ഞിട്ടുണ്ടാകാം. പക്ഷെ എന്നോട് ഒരുപാട് തുറന്ന് സംസാരിക്കുന്ന, ഏകദേശം 1.5 വർഷത്തോളം കാലം ഞങ്ങൾ ഒരുമിച്ച് യാത്ര ചെയ്ത, ഒരു 10 വർഷങ്ങൾക്ക് മുമ്പ്. അപ്പോൾ അതിലെ കുറേ ആഗ്രഹങ്ങളൊക്കെ അദ്ദേഹം സാധിച്ചിട്ടുണ്ടെന്നൊക്കെ എനിക്ക്, വീടൊക്കെ പണിതു, അതിന് ഞാൻ പാലാച്ചിന് ഞാനായിരുന്നു പൂജ ചെയ്യുക, അതിനൊക്കെ പോയിട്ടുണ്ടായിരുന്നു. ഈ കുറേ ഒരു 6 മാസമായിട്ടുള്ളൂ ഞങ്ങൾ തമ്മിൽ അടുത്തറ കാണാതൊക്കെ ആയിട്ട്. അപ്പം ഞാൻ മനസ്സിൽ ആലോചിച്ചൊരു കാര്യം, ഒരു പക്ഷേ ഇപ്പം ഇന്ന് രാത്രിയിൽ ഞാൻ ചെന്ന് കിടന്ന് നാളെ രാവിലെ എനിക്ക് ഒരു പക്ഷേ ഉണരാൻ സാധിച്ചില്ലെങ്കിൽ, അഥവാ ഉണർന്നാലും ഒരു ഭാഗം ഉപയോഗിക്കാൻ സാധിക്കാതെ വരുന്ന ഒരു സ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്കുകയും, നമ്മൾ ഓരോരുത്തർക്കും ഒരു ഇത് പറയുകയല്ല, അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കട്ടെ ജീവിതത്തിൽ. നമ്മളങ്ങനെ കിടക്കുന്ന ഒരു സ്ഥിതി നമുക്ക് വന്നാൽ, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ, ബിന്ദു നമസ്തേ, എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ടോ എന്ന് ഒരു ചിന്ത നമുക്ക് തോന്നിയാൽ, അന്നേരം നമ്മൾ കിടക്കുമ്പോൾ നമുക്ക് ഈ പറയുന്ന ബന്ധുക്കള്, സുഹൃത്തുക്കള്, ഇതൊക്കെ ഒരു പരിധി വരെയുള്ളൂ. അതിനപ്പുറത്ത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്തിട്ടുള്ള നല്ല കാര്യങ്ങൾ മാത്രം നമുക്ക് ചിലപ്പോൾ ഓർമ്മ വരും. അന്ന് നമുക്ക് പറയാൻ ഒരുപാട് നല്ല കാര്യങ്ങളിൽ നമ്മുടെ ഈ നാവ് ഒരു ദോഷങ്ങളും ഉണ്ടാകാതെ എന്നും രാവിലെ എഴുന്നേൽക്കണമേ, എഴുന്നേറ്റ് നല്ലത് പറയുവാൻ, നല്ലത് ചിന്തിക്കുവാനൊക്കെ നമുക്ക് സാധ്യമാകണം. നമ്മുടെ ഈ കൈകൾ കൊണ്ട് എത്രയോ ഭഗവാന്മാരെ ഞാൻ കുളിപ്പിച്ച് ഭക്ഷണം ഉണ്ടാക്കി നിവേദിച്ചിട്ടൊക്കെ ഉള്ളതാണ്. പക്ഷെ എങ്കിൽ പോലും ഭഗവാന്റെ നാമങ്ങൾ പറയുന്നത് പോലല്ല അതൊന്നും. അതൊക്കെ എൻ്റെ ജോലിയുടെ ഭാഗമാണ്. ആ ജോലിക്കൊക്കെ എനിക്കൊരു ശമ്പളമുണ്ട്. അതെ, ശ്രീമാർ പറഞ്ഞത് ശരിയാണ്. അല്ല, ആ പ്രാർത്ഥനയുടെ കാര്യമാണ് പറയുന്നത്. നമ്മളത് വെറുതെ പ്രാർത്ഥിച്ചത് കൊണ്ട് മാത്രമാകുന്നില്ലെന്നാണ് ശ്രീമാരെ ഞാൻ പറയുന്നത്. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ചെയ്യാൻ സാധിക്കണം. ഭഗവാന്റെ പ്രാധാന്യങ്ങൾ നമുക്ക് പറയുവാൻ, ഞാൻ ഇത് പറഞ്ഞതിൻ്റെ കാര്യമാണ് ഞാൻ ഉദ്ദേശിച്ചത്. നമ്മളപ്പോൾ ഭഗവാനെ സംബന്ധിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ പറയാൻ നാളെ ഒരു സമയത്ത് നമുക്കൊരു പ്രയാസം ഉണ്ടായാൽ നമുക്ക് സന്തോഷത്തോടു കൂടി ഓർക്കുവാനുള്ള നല്ല നിമിഷങ്ങളിലൊന്നാകും ഇതെല്ലാം. അങ്ങനെയാണ് നമ്മൾ ഇതിനെയൊക്കെ ചിന്തിക്കപ്പെടേണ്ടത്. അപ്പം അതുകൊണ്ട് ഭഗവാന്റെ ഒരുപാട് നല്ല കാര്യങ്ങൾ, നമ്മൾ ചിന്തിക്കുന്ന ഒരുപാട് സുഹൃത്തുക്കളും നമ്മൾ ചിന്തിക്കുന്ന ഒരുപാട് ബന്ധുക്കളുമെല്ലാം അവരൊക്കെ ഒരു പരിധിക്കപ്പുറത്ത് നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ലേ. നമ്മുടെ ഒരുപാട് സുഹൃത്തുക്കളൊക്കെ വയ്യാതെ കിടന്നാലൊന്നും നമുക്ക് ഒരു പരിധിക്കപ്പുറത്ത് നമുക്ക് അവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മൾ നിസ്സഹായരാണ് ആ സമയത്ത്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് കുറേ നല്ല കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുക എന്നുള്ളതാണ്. നമുക്കൊരു മാനസികമായ സംതൃപ്തി കിട്ടുന്ന കുറേ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുക എന്നുള്ളതാണ്. അങ്ങനെ മാനസികമായി സംതൃപ്തി കിട്ടുന്ന
ചില കാര്യങ്ങൾ ചെയ്യുവാൻ നമുക്ക് സാധിക്കുന്നതിൽ ഒന്നായിട്ടാണ് ഞാൻ ഇത് വിചാരിക്കുന്നത്, ഈ കഥ പറയുന്നത്. ഇപ്പം ഞാൻ പറയാം, നമ്മുടെ ഇപ്പം 31 പേര് നമ്മൾ ലൈവ് കാണുന്നുണ്ട്. ഈ 31 പേര് അതിൽ 1 2 പേര് 3 പേരേ ഉള്ളൂ ഞാൻ നേരിട്ട് കാണുകയും ഞാൻ നേരിട്ടും അടുപ്പമുള്ളവർ. ബാക്കിയുള്ളവരെ ആരും നമുക്കറിയില്ല. കണ്ടിട്ടുണ്ടാവും, പറഞ്ഞിട്ട് കണ്ടിട്ട് പോലും ഉണ്ടാവാത്ത എത്രയോ പേര് ശ്രീ പ്രസന്നകുമാരി ഒന്നും കണ്ടിട്ട് പോലുമില്ല ഞാൻ, അല്ലേ? പക്ഷെ എങ്കിലും നമ്മളൊക്കെ തമ്മിൽ എന്തോ ഒരു ആത്മബന്ധങ്ങൾ ജീവിതത്തിലുണ്ട്. അത് മുജ്ജന്മത്തിൽ ഒരു പക്ഷേ ഈ പറയുന്ന പ്രസന്നകുമാരി എന്ന് പറയുന്ന ആള് എൻ്റെ ഒരു സഹോദരിയായിരിക്കാം, എൻ്റെ ഒരു അമ്മയായിരിക്കാം, അല്ലെങ്കിൽ എൻ്റെ ഒരു സഹോദരനായിരിക്കാം. അതെ, അപ്പം എന്തൊക്കെയോ ഒരു ബന്ധങ്ങൾ. അപ്പം ഈ ബന്ധങ്ങളെ എല്ലാം ഒരിക്കൽ കൂടി അടുപ്പിച്ച് നമുക്ക് ഒരുപാട് സന്തോഷത്തോടു കൂടി പോകുവാൻ ഈ ഭഗവാന്റെ കഥകൾക്കൊരു സാധ്യമാണ്. ഇതും ഭഗവാന്റെ ഒരു ഈ കഥകളുടെ ഒരു ഫലമായിട്ട് നമ്മൾ ചിന്തിക്കാമെന്നുള്ളതാണ്. നമ്മളിത് പറഞ്ഞു രാമായണ തീരത്തില്ല, നാളെ ഒരു ദിവസം കൂടി ഉള്ളു കർക്കിടകമാസത്തിൽ. ഇല്ലെങ്കിൽ പണ്ട് 100 ദിവസം കൊണ്ട് പറയാനിരുന്ന ശിവപുരാണം 262 ദിവസം എടുത്ത് പറഞ്ഞു തീരാൻ. ഇപ്രാവശ്യം എന്നോട് പലരും പറഞ്ഞൊരു കാര്യം, ഈ കർക്കിടകത്തിൽ തന്നെ ഇത് പറഞ്ഞു തീർക്കണേ എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഞാനിത് കഥ ഒരു സംഗ്രഹമായിട്ട് കഥ പറഞ്ഞു പോകുന്നത്. അപ്പൊ ഇനി പറയുന്നത്, അപ്പൊ ഈ ശുഗന്റെ കഥയാണ് നമ്മൾ പറഞ്ഞത്, അല്ലേ? അപ്പം അപ്പം യുദ്ധത്തിന്റെ സമുഖത്തില് ഇപ്പൊ ഈ രാവണൻ വന്ന് ഈ യുദ്ധഭൂമിയൊക്കെ ഒന്ന് കാണാനായിട്ട് തന്റെ കൊട്ടാരത്തിന് മട്ടുപ്പാവിൽ വന്നു നിന്നു. അപ്പൊ വന്നു നിന്ന സമയത്ത് ഇത് കണ്ട സുഗ്രീവനൊരു കണ്ടിട്ട് അങ്ങ് ദേഷ്യം തോന്നി. എന്നിട്ട് സുഗ്രീവൻ എന്താ ചെയ്യുന്നറിയാവോ, ഈ കൂട്ടത്തിൽ നിന്ന് ചാടി അങ്ങോട്ട് ചെന്നിട്ട് രാവണന് ചെന്നൊരൊറ്റ അടി അങ്ങോട്ട് വെച്ചു കൊടുത്തിട്ട് രാവണന്റെ കിരീടം എല്ലാം തട്ടിത്തെറിപ്പിച്ച് കളഞ്ഞിട്ട് ഒറ്റച്ചാട്ടത്തിന് തിരിച്ചിഞ്ഞു വന്നു. അപ്പോൾ എന്നിട്ട് ഓടി വന്ന് അപ്പം എന്നിട്ട് തിരിച്ചു വന്ന് രാമനോടൊക്കെ നിന്ന സമയത്ത് രാമൻ്റെ അടുക്കൽ ചെന്ന് വളരെ സ്നേഹത്തോടെ കണ്ട, ഞാൻ ചെന്ന് 2 എണ്ണം കൊടുത്തു. അപ്പം അത് രാമനങ്ങ് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിച്ച് രാമൻ്റെ അടുക്കൽ ചെന്നപ്പോൾ രാമൻ സുഗ്രീവനെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു, അല്ലയോ സുഗ്രീവ, നീ ഒരു രാജാവാണ്, ഒരു രാജ്യം ഭരിക്കുന്ന ആളാണ്, ഒരു ഭരണകർത്താവാണ്. ഹരിഹരൻ നായർ നമസ്തേ. അതിൻ്റെ അർത്ഥം നിന്റെ ഉള്ളിൽ ഒരുപാട് പ്രജകൾ ഉണ്ട്. കാരണം നീ ഒരു മാതൃകയാണ് ആ രാജ്യത്തിന്. ഒരു രാജാവായി നിൽക്കുന്ന ആള് അപ്പുറത്ത് യുദ്ധം ഇതുവരെ നമ്മൾ പ്രഖ്യാപിച്ചിട്ടില്ല. നമ്മുടെ യുദ്ധം പ്രഖ്യാപിക്കുമ്പോഴാണ് അത് ശത്രുവായി മാറുന്നത്. അപ്പോൾ ഒരു യുദ്ധത്തോലും പ്രതികരിക്കാതെ നീ ചെന്ന് ഈ രാവണനോട് ചെയ്തത് അധർമ്മമാണെന്ന് നീ അറിയണം. അനീതിയല്ല, അധർമ്മമാണ്. രാജധർമ്മത്തിന് നിരക്കുന്നതല്ല. രാജകീയ പ്രൗഢിയുടെ ഒരു പ്രത്യേകതയാണ് കിരീടമെന്ന് പറയുന്നത്, ഇല്ലേ? സിനിമകളിലൊക്കെ പറയത്തില്ല, ഇപ്പൊ പോലീസിന്റെ തൊപ്പി, പോലീസുകാരുടെ തൊപ്പി എന്ന് പറയുന്നത് നമ്മൾ വളരെ ബഹുമാനിക്കപ്പെടേണ്ട ഒരാളാണ്. അതുകൊണ്ടാണ് അവർ പ്രത്യേക സമയങ്ങളിൽ തൊപ്പി വെക്കുന്നതും ഡെഡ് ബോഡിയെ കാണുമ്പോൾ ഒരു തൊപ്പി ഊരുന്നതൊക്കെ അതിൻ്റെ ഒരു പ്രതീകമാണ്. അത് സ്റ്റാറുകൾ ഒക്കെ എന്ന് പറയുന്നത് പോലെ ഓരോന്നിനും അതിൻ്റേതായിരിക്കുന്ന ചില അടയാള ചിഹ്നങ്ങളുണ്ട്. അവയെ നമ്മൾ മാനിക്കണം, പ്രത്യേകിച്ച് ആ സ്ഥാനമുള്ള ആൾ. അപ്പോൾ ഒരു ഡോക്ടറുടെ സ്റ്റെതസ്കോപ്പ് എന്ന് പറയുന്നത് അതിനെ അത്രമാത്രം നമ്മൾ ബഹുമാനിക്കേണ്ട സാധനമാണ്. അത് ഓരോ മേഖലകളിലും ഉണ്ട് ഓരോന്ന് എന്ന് പറയുന്നത്. ഇപ്പം ഒരു ബാർബറുടെ കടയിൽ ചെല്ലുമ്പോൾ ബാർബറെ സംബന്ധിച്ചുള്ള കത്രിക എന്ന് പറയുന്നത് അവൻ ഈശ്വരനാണ്. അതിനെ നമ്മൾ അയാളുടെ മുമ്പ് വെച്ച് കത്രിക എടുത്ത് ഇങ്ങനെ കിടന്ന് കറക്കുകയൊക്കെ ചെയ്യുന്നതൊക്കെ അയാളോട് ചെയ്യുന്ന ഒരു അപമര്യാദയാണ് എന്നുള്ളതാണ്. എല്ലാവർക്കും ഒന്നും ഇഷ്ടപ്പെടത്തില്ല, അവരൊക്കെ പ്രതികരിക്കുകയും ചെയ്യും അത്. അപ്പം എന്ന് പറഞ്ഞതുപോലെ രാവണന്റെ രാജകീയമായ പ്രൗഢിയുടെ ലക്ഷണമാണ് ഈ പറയുന്ന കിരീടം. ആ കിരീടം തട്ടിത്തെറിപ്പിച്ചത് ഒരു രാജാവായ ഒരാൾ, മറ്റൊരു രാജാവ് തന്നെ അത് ചെയ്തത് തീർത്തും അധർമ്മമാണ്. ഇതൊരു രാജധർമ്മത്തിൻ്റെ തെറ്റാണ്. അങ്ങ് രാജധർമ്മം അതിനെ ആണ് അതിനെ എതിർത്തത്. അപ്പോൾ അതുകൊണ്ട് അങ്ങ് ചെയ്തത്, ഒരു രാജാവായ നിലയിൽ അങ്ങ് ചെയ്തത് അധർമ്മമാണെന്ന് അറിയണമെന്ന് രാമൻ അന്നേരം തന്നെ പറഞ്ഞു.
അപ്പോഴാണ് സുഗ്രീവൻ തിരിച്ച് ചിന്തിച്ചത്, ശരിയാണ്, താനൊരു രാജാവായിരിക്കുമ്പോൾ അത് ചെയ്യുന്നത് തെറ്റാണ്. ഒരു രാജാവായിട്ട് നേർക്കുനേരെ ഒന്ന് സംസാരിക്കാം, യുദ്ധം ചെയ്യാം, അതൊക്കെ നമ്മൾ അംഗീകരിക്കാം. പക്ഷേ ഓടിച്ചെന്ന് ഓർക്കാപ്പുറത്ത് എന്ന് നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യുക എന്ന് പറയുന്നത് അതൊരു ഭീരുത്വം കൂടിയാണ്. എന്നിട്ട് അവിടെ നിന്നിട്ടില്ലല്ലോ, പിന്നെ ഒറ്റച്ചാട്ടം തിരിച്ചു പോന്നു. കഴിവുള്ള ഉറപ്പുള്ള രാമൻ്റെ അടുക്കലേക്ക് വിഭീഷണൻ വന്നു. നമ്മളൊരാളെ ചെന്ന് പുറകെ കൂടെ ചെന്ന് 2 അടി കൊടുത്തിട്ട് ഓടിപ്പോരുന്നതെന്ന് പറയുന്നത് നമ്മുടെ കഴിവല്ല, നമ്മുടെ കഴിവ് കേടാണ് എന്നുള്ളതാണ്. അതുപോലെയാണ് നമ്മൾ ഓരോരുത്തരും. നമ്മൾ ഒരാളെ കാണാതെ അയാളെ പറ്റി മോശമായി പറയുക, പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മൾ പറയും അവനെ കണ്ട ഞാൻ 2 അടിയൊക്കെ കൊടുക്കുമെന്നൊക്കെ പറയും, വല്ല വീരവാദമൊക്കെ പറയും. പക്ഷേ ആളെ കണ്ടു കഴിയുമ്പോൾ നമ്മളിതൊന്നും മൈൻഡ് ചെയ്യത്തില്ല. പക്ഷേ ഇതൊന്നും നമ്മുടെ ധൈര്യമാണെന്നോ നമ്മുടെ കഴിവാണെന്നോ എന്നുള്ളതല്ല, ഇതെല്ലാം നമ്മളുടെ കഴിവ് കേടുകളാണ് എന്നുള്ളതാണ്. അപ്പം ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കപ്പെടേണ്ടതുണ്ട്. അപ്പം അങ്ങനെ ഇരിക്കുന്ന സമയത്തുണ്ട് രാവണന് തന്നെ ഇതൊരു നാണക്കേട് പോലെ തോന്നും. അപ്പം രാവണൻ ചിന്തിക്കുമ്പോൾ രാമൻ പറഞ്ഞു വിട്ടതാണെന്നേ പറയത്തുള്ളൂ. അപ്പം അങ്ങനെ കൊട്ടാരത്തിലേക്ക് തിരിച്ചെത്തിയ രാവണന്റെ അടുക്കൽ അദ്ദേഹത്തിൻ്റെ അമ്മാവനായിരിക്കുന്ന മാല്യവാൻ, അതായത് സുമാലിയുടെ രാവണ മാതാമഹനായിരിക്കുന്ന സുമാലിയുടെ ജ്യേഷ്ഠനും സർവസേനാധിപനും മന്ത്രിയുമായിരിക്കുന്ന പ്രഹസ്തന്റെ പിതാവുമായിരിക്കുന്ന മാല്യവൻ. അദ്ദേഹം മുത്തച്ഛന് തുല്യനാണ്. അതായത് രാവണന്റെ അമ്മയുടെ അച്ഛൻ്റെ സഹോദരനാണ്. അപ്പോൾ അതുകൊണ്ട് മുത്തച്ഛൻ്റെ സ്ഥാനമാണല്ലോ. അപ്പോൾ പറയുന്നുണ്ട്, ഞാൻ നിന്റെ നേരിട്ടുള്ള മുത്തച്ഛൻ അല്ലെങ്കിൽ നിന്റെ അമ്മ എൻ്റെ മകൾക്ക് തുല്യമാണ്, അതുകൊണ്ട് നിനക്ക് ഞാൻ മുത്തച്ഛന് തുല്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ നിന്നോട് ഒരു കാര്യം പറയാം. പണ്ട് ഈ ലങ്കയിൽ നിന്നും അസുരന്മാർ പോയത് വിഷ്ണു കോപം കൊണ്ടാണ്. അതായത് വിഷ്ണു അത്രയ്ക്ക് ശക്തനാണ് എന്നുള്ളതാണ്. പിന്നീട് തിരികെ നമ്മളിവിടെ വന്നത് തലമുറകൾക്ക് ശേഷം ഇവിടെ വന്നത് നിന്റെ കഴിവ് കൊണ്ട് തന്നെയാണ്, അത് സമ്മതിക്കുന്നു. പക്ഷേ ലോകത്തൊരാൾക്കും തോൽപ്പിക്കാൻ പറ്റാത്ത അത്ര വലിയ ചൈതന്യമാണ് ശ്രീരാമചന്ദ്രൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ ശ്രീരാമചന്ദ്രനോട് യുദ്ധം ചെയ്യുക എന്ന് പറയുന്നത് ഒരു വലിയ സങ്കല്പത്തോട് നമ്മൾ ചെറിയതായിട്ട് കടലിൽ ചെന്ന് ഒരു തുള്ളി വെള്ളം എടുത്ത് കടലിൽ എറിഞ്ഞ് കടലിനെ വേദനിപ്പിക്കുമെന്നൊക്കെ തോന്നുന്നത് പോലെയാണ്. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും നീ ചെയ്യുന്നത് തെറ്റാണ്. ഈ യുദ്ധം തുടങ്ങിയിട്ടില്ല, യുദ്ധം തുടങ്ങാതെ നീ ഇതില്ലാതാക്കിയാൽ അത് നന്നായിരിക്കും എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം എന്ന് പറഞ്ഞു. പക്ഷെ ഇത് കേട്ടിട്ടൊന്നും, അപ്പം മുത്തച്ഛനായിട്ട് പോലും രാവണൻ എന്ത് ചെയ്യുന്നറിയാം, അദ്ദേഹത്തോട് ദേഷ്യപ്പെട്ട ആയുധം അദ്ദേഹത്തിന് നേർക്ക് ചൂണ്ടിയെന്നാണ്. അപ്പം അങ്കദനാണ് മല്യവാനാണെങ്കിലും പറഞ്ഞു, ഞാൻ ഇത്രയും പറയുന്നത് നിന്നോടുള്ള സ്നേഹം കൊണ്ടാണ്. രാമൻ പൂജ്യനാണ്, ആരാധ്യനാണെന്ന് നീ അറിയണം. ഇതൊക്കെ കേൾക്കുമ്പോഴേക്കും രാവണൻ അങ്ങ് ഭയങ്കരമായിട്ട് ദേഷ്യം വന്നിട്ടാണ് അദ്ദേഹം പറയുന്നത്, ആരാധ്യനാണ് പോലും, പൂജ്യനാണ് പോലും, ആരാണ് അവനെ അംഗീകരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടങ്ങ് ഭയങ്കരമായി രാമനോട് വിദ്വേഷം പറഞ്ഞു എന്നുള്ളതാണ്. നമ്മളും ഒന്ന് ചിന്തിച്ചാൽ ചിലപ്പോൾ നമുക്കും അങ്ങനെയൊക്കെ ഉണ്ടല്ലേ. നമുക്കിഷ്ടമല്ലാത്ത ഒരാളെ പറ്റി ഒരാൾ വന്ന് നമ്മളോട് ഒരു കാര്യം പറഞ്ഞാൽ ഇനി അയാൾ എത്ര നല്ല കാര്യം പറഞ്ഞാലും ശരി നമ്മളത് അംഗീകരിക്കത്തില്ല. നിങ്ങൾക്ക് അങ്ങനെയൊക്കെ തോന്നും, എനിക്കതൊന്നും ഇഷ്ടമല്ല, ഞാൻ അങ്ങനൊന്നും അല്ല, അങ്ങനെ ആളിങ്ങനാണെന്നൊക്കെ പറഞ്ഞ് നമ്മൾ ആ ആളിനെ എത്ര നല്ല കാര്യങ്ങൾ പറഞ്ഞാലും. ഇപ്പോൾ ഒരു പക്ഷേ ശ്രീ അനുജ എൻ്റെ ഒരു നല്ല സുഹൃത്താണ്. മറ്റൊരാളോട് അനുജയ്ക്ക് വിരോധമുണ്ടല്ലേ, അവർ തമ്മിലൊരു വിരോധം ഉണ്ടെങ്കിൽ ഞാൻ അനുജയെ പറ്റി നല്ല കാര്യങ്ങൾ പറയുമ്പോൾ ആൾ എപ്പോഴും എന്നോട് എതിർക്കും. കാരണം അനുജ എനിക്കൊരു നല്ല സുഹൃത്താണ്, എനിക്കൊരു നല്ല സഹായി ആയിരിക്കാം, അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ ആ വ്യക്തിയിലുണ്ടാകും. അതാണ് ഞാൻ പറയുന്നത്, മറ്റൊരാളുമായിട്ടുള്ളതിനെ അല്ല ഞാൻ പറയുന്നത്, എനിക്കെങ്ങനെയാണ് എന്നുള്ളതാണ് പറയുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്യും, അതിനെ ഉൾക്കൊള്ളത്തില്ല എന്നുള്ളതാണ്. അവരവരുടെ വിശ്വാസങ്ങളെ കളയാൻ വേറൊരാൾ ഒരിക്കലും തയ്യാറാവത്തില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു ന്യായം അവർ പറയുന്നത്. എനിക്കങ്ങനെ ആളല്ല, നിങ്ങൾക്കങ്ങനെ ആയിരിക്കാം, അത് നിങ്ങളുടെ കാര്യം, പക്ഷേ എനിക്കങ്ങനെയല്ല എന്ന് പറയും. ഇത് നമ്മുടെ ഒരാൾ നല്ലത് പറയുമ്പോൾ അതിനെ നമ്മൾ അംഗീകരിക്കണം. ശരി, നിങ്ങൾക്കങ്ങനെയാണെങ്കിൽ അത് നല്ല കാര്യം, സന്തോഷം എന്ന് പറഞ്ഞ് ഒരു പക്ഷേ അങ്ങനെ കുറേ നല്ലത് കേട്ട് കഴിയുമ്പോൾ നമ്മളിലെ ശത്രുതകൾ മാറുവാൻ അത് ഒരുപാട് ഉപകരിക്കുമെന്നുള്ളതാണ് ഏറ്റവും വലിയ
പ്രധാനപ്പെട്ട കാര്യം, പ്രാധാന്യം എന്ന് പറയുന്നത്. അപ്പം ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്തുണ്ട് രാമൻ പറയുന്നുണ്ട്, നമുക്ക് ഒരു ദൂതിന് ഒരാളെ വിടണം, രാവണൻ്റെ അടുക്കലേക്ക് ദൂതിനായിട്ട് ഒരാളെ വിടണമെന്ന് രാമൻ പറയും. അപ്പോൾ ചോദിക്കും, ആരെ വിടണം? അപ്പോൾ പറഞ്ഞുകൊണ്ട് നമ്മളിങ്ങനെ ഈ ദൂതിന് വിടേണ്ട കാര്യമുണ്ടെങ്കിൽ പറഞ്ഞു, തീർച്ചയായിട്ടും നമ്മൾ ഒരിക്കൽ കൂടി ഒരു മാന്യമായ ഒരു സമീപനം അദ്ദേഹത്തിൻ്റെ അടുക്കൽ ചെല്ലണം, അതാണ് നമ്മുടെ മര്യാദ എന്ന് പറയുന്നത്. അപ്പോൾ ചോദിച്ചാൽ അതിന് ആരെയാണ് വിടേണ്ടതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, അതിന് ഏറ്റവും എന്തുകൊണ്ടും യോഗ്യനായിരിക്കുന്ന ഒരാളെ ദൂത് പറഞ്ഞു വിടാം. അതാരാണ് എന്ന് ചോദിച്ചപ്പോൾ രാമൻ പറയുന്നത്, രാവണൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളിൽ ഒരാളാണ് ബാലി. അപ്പോൾ ബാലിയുടെ മകനായിരിക്കുന്ന അംഗദനെ വേണം നമ്മൾ പറഞ്ഞു വിടാൻ. അപ്പോൾ ഈ പറയുന്ന, കാരണം നമ്മുടെ അടുക്കൽ ഒരാൾ ഒരു കാര്യം പറയാൻ വരുമ്പോൾ അത് വരുന്നത് ആരാണെന്ന് ആദ്യം നമ്മൾ ചിന്തിക്കും, ഇല്ലേ? അപ്പോൾ വരുന്ന ആള് നമുക്ക് വേണ്ടപ്പെട്ട ആളാണ് എന്ന് നമുക്ക് ബോധ്യപ്പെട്ടാൽ നമ്മൾ എന്ത് ചെയ്യും? കുറെ കൂടി അനുകൂലമായിരിക്കുന്ന നിലപാടിലെ നമ്മൾ ആ ആളിനെ സ്വീകരിക്കത്തുള്ളൂ, ഇല്ലേ? അപ്പം അങ്ങനെ അനുകൂലമായിരിക്കുന്ന നിലപാടുകളോടുകൂടി സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ട് രാവണന് ഏറ്റവും കൂടുതൽ അടുപ്പമുള്ള ആളാണ് ബാലി. അപ്പോൾ ബാലിയുടെ മകനായിരിക്കുന്ന അംഗദനെ വിടാൻ പറഞ്ഞു. അപ്പോൾ ചോദിച്ചു, എന്തു പറയണം? അപ്പോൾ അംഗദനോടൊന്നും നമ്മളൊന്നും പറഞ്ഞു കൊടുക്കേണ്ട, അംഗദന് യുക്തം പോലെ പോയി പറയട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ അംഗദൻ രാവണൻ്റെ അടുക്കൽ ദൂത് പറയാനായിട്ട് അംഗദൻ പോയി. അദ്ദേഹത്തിൻ്റെ സദസ്സിൽ ചെന്നിട്ട് ഹനുമാൻ സ്വാമി ഇതേപോലെ വാലുകൊണ്ടൊരു നല്ല ഒരു കസേരയൊക്കെ ഉണ്ടാക്കി അതിനകത്ത് കയറി ഇരുന്നിട്ട് രാവണനോട് ചോദിച്ചു, ഞാൻ ആരാണെന്ന് അറിയാവുമെന്ന് ചോദിച്ചു. അപ്പോൾ രാവണൻ ചോദിച്ചു, ആരാടാ തടിയൻ മർക്കടാ, നീ ആരാണ്, നീ എന്തിനു വന്നു എന്നൊക്കെ ചോദിച്ചു. അപ്പം അംഗദൻ പറഞ്ഞു, ഞാൻ രാമദൂതനാണ്. അപ്പം രാവണൻ ചോദിച്ചു, രാമദേവനോ? അത് ഏതവനാ ഈ രാമദേവൻ? ആരുടെ ദേവൻ എന്നൊക്കെ പറഞ്ഞപ്പം അംഗദൻ അങ്ങോട്ട് പറഞ്ഞു, രാമൻ ആരാണെന്ന് നിനക്കറിയണമെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിന്റെ മാതാമഹന്റെ വകയിൽ ഒരു പെങ്ങളായ താടകയെ വധിച്ച ആളാണ്, ഖരദൂഷണാദികളെ കൊന്ന ആളാണ്, 14,000-ഓളം അസുരന്മാരെ കൊന്ന ആളാണ്, മാരീച സുബാഹുക്കളെ കൊന്ന ആളാണ് രാവണന്, ശൂർപ്പണഖയുടെ മൂക്കുമുലയും ഛേദിച്ച ലക്ഷ്മണന്റെ സഹോദരനാണ്, സമുദ്രം 100 യോജന നീളത്തിൽ ചിറകെട്ടി നിന്നെ സംഹരിക്കാനായി സുവേല പർവ്വതത്തിൽ എത്തിയിരിക്കുന്നു രാമന്, അതുപോലെ തന്നെ കാർത്തികരാജനെ കൊന്ന പരശുരാമനെ തോൽപ്പിച്ച ആളാണ് രാമന് എന്നിങ്ങനെ എല്ലാം പറഞ്ഞ് അതുകൊണ്ട് ഈ രാമനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് വന്ന മർക്കട അല്ലെങ്കിൽ ഒരു എളിയ ദൂതനും ബാലിയുടെ പുത്രനുമായിരിക്കുന്ന അംഗദനാണ് ഞാൻ. കിഷ്കിന്ധ്യയിൽ വെച്ച് എന്നെ കണ്ടത് അങ്ങേക്ക് ഓർമ്മയുണ്ടോ എന്ന് ചോദിച്ചു. അപ്പം പറഞ്ഞു, ബാലിയുടെ കാര്യവും പറഞ്ഞു, ബാലിയെ വധിച്ച ആളാണെന്നൊക്കെ പറഞ്ഞു. ഇത് കേട്ടപ്പോഴേക്കും രാവണൻ, കുഞ്ഞെ, നീ എൻ്റെ സുഹൃത്തായിരിക്കുന്ന ബാലിയുടെ മകനാണ്, ഇത്രമാത്രം നീ എനിക്ക് മകന് തുല്യനാണ്, അതുകൊണ്ട് നീ എന്താണ് ഇങ്ങനെ എൻ്റെ അടുത്ത് സംസാരിക്കുന്നത്? കാരണം നിന്റെ അച്ഛനും ഞാനും തമ്മിൽ എത്ര നല്ല സൗഹൃദമായിരുന്നു. നീ ഒന്ന് ആലോചിച്ച് നോക്കണം. നീ ഇപ്പോൾ ഈ വന്ന് പറയുന്നതെല്ലാം നിന്റെ അച്ഛനെ ഒളിയമ്പ് ചെയ്ത് കൊന്ന രാമനെ പറ്റിയാണെന്ന് നീ ചിന്തിക്കണം. നീ വലിയ കാര്യത്തിൽ രാമനെ പറ്റി പറയുമ്പോൾ രാമൻ എങ്ങനെയുള്ളവനാണെന്ന് നിനക്ക് ബോധ്യമുണ്ടല്ലോ. അപ്പം അതുകൊണ്ട് സ്വന്തം നിന്റെ അച്ഛനെ കൊന്നിട്ട് നിന്റെ അമ്മയെ എടുത്ത് നിന്റെ അച്ഛൻ്റെ സഹോദരന് ഭാര്യയായി കൊടുത്ത ആളാണ്. എന്തൊരു നീചത്വമാണ് രാമൻ ചെയ്തിരിക്കുന്നത്, ഒന്ന് ആലോചിച്ച് നോക്കൂ എന്നൊക്കെ പറഞ്ഞ് ഈ അംഗദനെ മാനസികമായിട്ട് തളർത്താവുന്ന കാര്യങ്ങളെല്ലാം രാവണൻ പറഞ്ഞു എന്നാണ് പറയുന്നത്. അപ്പം അതുകൊണ്ട് നീ ഇതൊക്കെ നിർത്തിയിട്ട് നീ തിരിച്ചു പോകാൻ പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, അങ്ങനെ എങ്ങും പോകാൻ പറയട്ടെ, എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന കാര്യം ഞാൻ പറയാം. കുറുനരി സിംഹത്തിനോട് കളിക്കുന്നത് പോലെ ആണ് നീ രാമനോട് കളിക്കുന്നത്. അതുകൊണ്ട് യുദ്ധമൊന്നും വേണ്ട എന്ന് വിചാരിച്ച് മര്യാദയ്ക്ക് സീതാദേവിയെ രാമന്റെ കയ്യിൽ കൊണ്ടുവന്ന് കൊടുത്തിട്ട് വേണം നീ മര്യാദയ്ക്ക് മോചനം യുദ്ധത്തിൽ നിന്നും ഒരു മാറ്റമുണ്ടാകണമെന്ന് പറഞ്ഞു. അപ്പം ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ രാവണൻ പറഞ്ഞു, നീ എന്നെ രാമനോട് പറ, ഞാൻ യുദ്ധത്തിന് തയ്യാറാണ്. അങ്ങനെ യുദ്ധത്തിന് തയ്യാറായി. അവർ നാളെ യുദ്ധം അങ്ങോട്ട് ചെയ്യാൻ പോകും, അല്ലേ? നാളെ നമുക്ക് അങ്ങോട്ട് യുദ്ധം തുടങ്ങാം. നാളെ കൊണ്ട് നമുക്ക് യുദ്ധം, നാളെ എനിക്കൊന്ന് 9 മണിയാവും.
നാളെ അമ്പലത്തിൽ പോകും. ഇന്നുമായിട്ട് അമ്പലത്തിൽ പോകണ്ടാത്തതുകൊണ്ടാണ് ഈ 8 മണിക്ക് പറയാൻ പറ്റി. നമുക്ക് നാളെ യുദ്ധം, നാളെ ഫുള്ള് നമുക്കൊന്ന് യുദ്ധം തുടങ്ങാം. നാളെ യുദ്ധം പൂർത്തിയാക്കി മറ്റന്നാളിൽ കൊണ്ട് നമുക്കത് ശ്രീരാമ പട്ടാഭിഷേകം കൂടി പറഞ്ഞ് നമുക്ക് നിർത്താം. ഇതൊരുപാട് രീതിയിൽ പറയണമെന്നൊക്കെ വിചാരിച്ചിരുന്നതാണ്. പക്ഷേ എൻ്റെ സമയത്തിൻ്റെയൊക്കെ ഒരു ബുദ്ധിമുട്ടാണ്. എങ്കിലും നമുക്ക് സാമാന്യമായിട്ടൊക്കെ ഒന്ന് പറഞ്ഞു പോകാനൊക്കെ സാധിച്ചു എന്നാണ് നമുക്ക് ചിന്തിക്കുന്നത്. അങ്ങനെ നല്ല രീതിയിലേക്ക് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകുവാനും സാധ്യമാകട്ടെ. എല്ലാവിധത്തിലുള്ള നന്മകളും അനുഗ്രഹങ്ങളും ജഗദീശ്വരൻ നമുക്ക് എല്ലാവർക്കും നൽകട്ടെ എന്ന് ഈ ഒരു അവസരത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ ഒരു ദിവസം ഭഗവത് പാദങ്ങളിൽ നമുക്ക് സമർപ്പിക്കാം. നാളെ നമുക്ക് യുദ്ധം ചെയ്യണം. നാളെ രാവണ യുദ്ധം അത് നമ്മുടെ മനസ്സിലും നമുക്ക് നടക്കും. എല്ലാവിധത്തിലുള്ള നന്മകളും അനുഗ്രഹങ്ങളും ജഗദീശ്വരൻ നമുക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്ന് പങ്കെടുത്ത എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കുന്നു. ഇനിയും ചെന്നിട്ട് വേണമല്ലോ എല്ലാവർക്കും ഭക്ഷണം കഴിക്കാമല്ലേ? ഇപ്പോൾ 9 മണി 9:15 അല്ലേ? അപ്പോൾ എന്തായാലും നമ്മൾ ഇന്ന് ലൈവ് തുടങ്ങുന്ന സമയമായുള്ളൂ. അപ്പം എന്തായിരുന്നാലും എല്ലാവർക്കും ഒരു നല്ല ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് ഈ ഒരു ദിവസം ഭഗവത് പാദങ്ങളിൽ സമർപ്പിക്കാം. എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ. എല്ലാവർക്കും ശുഭരാത്രി. നമസ്കാരം.